ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്നത്തെ മഹാഭാരതം ചർച്ചയിലേക്ക് കിടക്കാം. ഇന്നലെ എടുക്കാൻ പറ്റിയില്ല, നമ്മളൊരു യാത്രയിലായിരുന്നു. പിന്നെ വൈകുന്നേരത്താണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് പ്രശ്നമായിരുന്നു. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷ്ണം ഭദ്രം മൃത്യു നമാമി. ശ്രീ നരസിംഹ ജയ നരസിംഹ, ജയ ജയ ശ്രീ നരസിംഹദേവ്. പ്രഹ്ലാദീശ മുഖപത്മ ജയ പത്മ പിംഗ. നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ. പ്രഹ്ലാദലാദദായിനേ, പ്രഹ്ലാദലാദദായിനേ. ഹിരണ്യകശിപോ വക്ഷഃ, ഹിരണ്യകശിപോ വക്ഷഃ. ശീലടങ്കാനഖാലയേ, ശീലടങ്കാനഖാലയേ. ഇതോ നരസിംഹ പരതോ നരസിംഹ, നരസിംഹ പരതോ നരസിംഹ. യതോ യതോ യാമി തതോ നരസിംഹ, യതോ യതോ യാമി തതോ നരസിംഹ. അഹേ നരസിംഹ ഹൃദയേ നരസിംഹ, അഹേ നരസിംഹ ഹൃദയേ നരസിംഹ. നരസിംഹമദീം ശരണം പ്രപദ്യേ, സിംഹാമദീം ശരണം പ്രപദ്യേ. തവ കരകമലവരേ രാഖാ അത്ഭുതശൃംഗാരോ ദലിതാ ഹിരണ്യകശിപോ തനുഭൃംഗാ. കേശവധൃതാ നരഹരിരൂപാ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ. ജയ നരസിംഹദേവ്, ജയ നരസിംഹദേവ്, ജയ നരസിംഹദേവ്, ജയ നരസിംഹദേവ്. ജയ പ്രഹ്ലാത്മരാ, ജയ പ്രഹ്ലാത്മരാ, ജയ പ്രഹ്ലാത്മരാ, ജയ പ്രഹ്ലാത്മരാ. ജയ ജയ പ്രഭുപാദ്, 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 പ്രഭുപാദ്. ജയ ഗുരുദേവ്, 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 ഗുരുദേവ്. सर्वभक्ति विघ्न विनाशक नृसिंहदेव भगवान की जय. भक्त श्रोमणी प्रहलाद महाराज की जय. निताय गौर प्रेमानंदे. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നത്തെ ദിവസം വളരെ വിഷമകരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും വിഷമാവസ്ഥ, പാണ്ഡവരെല്ലാം നഷ്ടപ്പെടുന്ന ആ ഒരു സംഭവമാണ്. നമുക്ക് ചർച്ച ആരംഭിക്കാം. ദ്രൗപദി ദേവിയെ വിഷമത്തിലാക്കുന്ന ആ ഒരു അവസ്ഥ. ഹരേ കൃഷ്ണ. ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു രംഗമാണ്. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്തേ പറ്റൂ. ഭഗവാന്റെ ആ കാരുണ്യം പാണ്ഡവർക്ക് എപ്പോഴും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അധ്യായം. ഈ ഒരു അധ്യായം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ മഹാഭാരതമല്ല. ഇത് ചർച്ച ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഭഗവാന്റെ കാരുണ്യത്തെ വർണ്ണിക്കുന്നതാണ് ഈ ഒരു ഭാഗം. ഒരു നിസ്സഹായ അവസ്ഥയിൽ ഭഗവാൻ മാത്രമേ നമുക്ക് കൂട്ടുള്ളൂ എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു രംഗം. നമുക്ക് ചർച്ച തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അപമാനിതനായി
ഹസ്തനപുരിയിലെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെ പാണ്ഡവരെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കാം, പാണ്ഡവരുടെ സ്വത്തെല്ലാം എങ്ങനെ എൻ്റെ കൈവശമാക്കാം എന്നൊരു ചിന്തയുള്ളൂ. അന്നേരം ശകുനി ഒരു ഉപദേശം കൊടുത്തിരുന്നു, ചൂതുകളിയിലൂടെ നമുക്കതെല്ലാം പിടിച്ചെടുക്കാമെന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് തുടങ്ങാം. എല്ലാം റെഡിയല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സകലരഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതം ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ ആചാര്യപാദായ നിതായകപദായിനി ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത് ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഇടയ്ക്ക് ഇൻ്റർനെറ്റ് പോയതാണ്. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരുണ്യം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ. രാജസൂയ യജ്ഞത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥം വളരെ സമൃദ്ധമായിരുന്നു. അവിടെയുള്ള രാജവീഥികൾ, അവിടെയുള്ള എല്ലാ നഗരപാതയിലും എപ്പോഴും സുഗന്ധദ്രവ്യങ്ങൾ വിതറുമായിരുന്നു. അതായത് പൊതുവേ നമ്മളിങ്ങനെ ധാരാളം മണ്ണുള്ള സ്ഥലം, ഇന്നൊക്കെ മണ്ണുള്ള സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ പണ്ട് അമ്മമാരൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അതായത് തൂക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ തൂത്തതിന് ശേഷം ഒന്ന് പൊതുവേ അവിടെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും അല്ലേ, അതിനുവേണ്ടി അതിൻ്റേതായിട്ടുള്ള പൊടിയൊന്നും അധികം ഉയരാതിരിക്കാൻ വേണ്ടി. അന്നേരം ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പനിനീർ പോലെയുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടായിരുന്നു വെള്ളം തളിക്കുന്നത് മണ്ണിൽ. അന്നേരം പൊതുവേ ഭൂമിയിൽ വെള്ളം ഇങ്ങനെ തളിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ഭൂമിയുടേതായിട്ടുള്ളൊരു ഗന്ധം വരും. അന്നേരം ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണവും ഗന്ധമാണല്ലോ. അന്നേരം അതേപോലെ തന്നെ ഒരു മാതാജി ചോദിക്കുന്നു, ഇപ്പോൾ എവിടെയാണ്? തൃശ്ശൂരെത്തി.
ഗുരുവായൂരിലെത്തിയെന്ന് തന്നെ പറയാം. ഇവിടെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് ഡോക്ടർ അസ്റ്റിൻ്റെ. അന്നേരം നമ്മൾ ശ്രീറാം പ്രഭുവിൻ്റെ വീട്ടിലാണിപ്പോൾ. നാളെയും ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂരിലേക്ക് പോകാം. ഫുൾ റെസ്റ്റാണ് 2-3 ദിവസത്തേക്ക് പറഞ്ഞിരിക്കാം. ഓക്കെ, നമ്മൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഇങ്ങനെ തളിക്കാറുണ്ട്. വെള്ളം തളിക്കുന്ന പോലെ തൂക്കുന്നതിന് മുമ്പേ സുഗന്ധദ്രവ്യങ്ങൾ തളിക്കാറുണ്ട്. അത്രയ്ക്ക് സമൃദ്ധമായിരുന്നു. അന്നേരം ഇത്രയും വലിയ ഇന്ദ്രപ്രസ്ഥത്തിലെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും പൊതു ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് തളിക്കുമായിരുന്നു. എത്ര സമൃദ്ധമായിരുന്നു എന്ന് ആലോചിച്ചു പോകണം. അടുത്ത ഇവിടെ പറയുന്നു, വലിയ വലിയ മണിമാളികകൾ, ഉയർന്ന കവാടങ്ങളും പിന്നെ ചെടികളൊക്കെ നട്ടുവെച്ചിരിക്കുന്നത് സ്വർണത്തിൻ്റെ ഇതിലായിരുന്നു, കുടത്തിലായിരുന്നു. സ്വർണത്തിൻ്റെ ചട്ടികളായിരുന്നു. ഒന്നാലോചിക്കുക, മൺചട്ടികൾക്ക് പകരം സ്വർണ്ണച്ചട്ടികളായിരുന്നു എന്ന് പറയുന്നു. അവിടെ എല്ലാ പ്രജകളും വളരെ വില കൂടിയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കഴുത്തിൽ എപ്പോഴും പുഷ്പമാലകളും സ്വർണ്ണാഭരണങ്ങളും നിറഞ്ഞു നിൽക്കും. പാണ്ഡവരുടെ സംരക്ഷണത്തിൽ അവർ എപ്പോഴും സുരക്ഷിതരായിരുന്നു എന്ന് പറയുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഒരുപാട് രാജാക്കന്മാർ യുധിഷ്ഠിര മഹാരാജനെ കാണാനായിട്ട് വരികയായിരുന്നു. അവരൊരുപാട് ഉപഹാരങ്ങൾ കൊണ്ടുവരുമായിരുന്നു. യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മയാസഭയിൽ എന്നും ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. അവർ രാജകീയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെപ്പോഴും ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ഭഗവാന്റെ ലീലകൾ ശ്രവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ ബ്രാഹ്മണരിൽ നിന്ന് പല ഈശ്വര വചനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൈനികൻ വന്നിട്ട് പറഞ്ഞു, വിദുരർ വന്നിട്ടുണ്ട്. ഒരു മാതാജി പറയുന്നു, ഏട്ടൻ്റെ മകളുടെ ഭർത്താവാണ് ഗുരുവായൂർ മേൽശാന്തി ഇപ്പോഴത്തെ. ഓ ഗ്രേറ്റ്, ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ പറയുന്നു, പെട്ടെന്ന് ഒരു സൈനികൻ വന്നിട്ട് പറഞ്ഞു, ഇന്ദ്രപ്രസ്ഥത്തിൽ വിദുരർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ എഴുന്നേറ്റു. കാരണം വിദുരരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് ബഹുമാനിച്ചിരുന്നു. കാരണം അവരെ കുട്ടിക്കാലം മുതലേ ഒരുപാട് വാത്സല്യത്തോടു കൂടിയാണ് വളർത്തിയത്. പ്രത്യേകിച്ച് അവരെ ചുട്ടുകൊല്ലാൻ നോക്കുന്ന സമയത്ത് അവരെ രക്ഷിച്ചതും തുരങ്കത്തിൻ്റെ ആ നിർമ്മാണത്തിന് അതിനുള്ള ഉപായം, കൗരവരുടെ ദുരുദ്ദേശം എന്താണെന്ന് പറഞ്ഞു കൊടുത്തതും വിദുരർ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ വിദുരർ പാണ്ഡവരെ കാണുമ്പോൾ എപ്പോഴും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ഇപ്രാവശ്യം നോക്കിയപ്പോൾ വിദുരരുടെ മുഖത്ത് വലിയൊരു ഉദാസീനത. എന്നാൽ ചോദിച്ചു, എന്തു പറ്റി വിദുരരെ? അങ്ങയുടെ മുഖത്ത് എന്താണ് ഒരു വിഷമം? എല്ലാം അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഹസ്തിനപുരിയിൽ. ധൃതരാഷ്ട്രയുടെ മക്കൾ ധൃതരാഷ്ട്ര പറയുന്ന പോലെ തന്നെ കേൾക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചു. അവിടെ രാജ്യം സുരക്ഷിതമല്ലേ? പ്രജകളെല്ലാം ക്ഷേമത്തിലാണോ എന്നൊക്കെ ചോദിച്ചു. വിദുരർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിദുരർക്ക് ഇരിക്കാനായിട്ടുള്ള ആ ഒരു ആസനം കൊടുത്തു. എന്നിട്ട് വിദുരർ പറഞ്ഞു, ജ്യേഷ്ഠൻ വളരെ സന്തോഷത്തിലാണ്, ധൃതരാഷ്ട്രൻ ഇവിടെ വിഷമമൊന്നുമില്ല, രാജ്യമൊക്കെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ വിനാശം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആദ്യം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നിങ്ങളെല്ലാവരും സുഖത്തിലാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങളുടെ ഇതേപോലൊരു സഭാമന്ദിരം അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്.
ഇനി നിങ്ങളും കൗരവരുമായിട്ട് ഒരു ചൂത് കളിക്കുക, ഒരു സൗഹൃദ മത്സരത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുടൻ തന്നെ യുധിഷ്ഠിരന് ഭയം തോന്നി. സഹോദരന്മാരെ എല്ലാവരെയും നോക്കി ആശങ്കയോടുകൂടി. അതിനുശേഷം വിദുരനോട് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ചൂതുകളി ഒരിക്കലും നല്ലതല്ലല്ലോ. നമ്മൾ ചൂത് കളിച്ചാൽ അതെന്തായാലും ഒരു തർക്കത്തിലേക്ക് കലാശിക്കും. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് എങ്ങനെയാണ് രാജാവ് അനുമതി നൽകിയത്? അങ്ങ് ഞാൻ എന്ത് ചെയ്യണോ എന്നാണ് അങ്ങയുടെ ഉപദേശം എന്ന് പറഞ്ഞു. വിദുരൻ പറഞ്ഞു, എല്ലാവിധ ക്ലേശങ്ങളുടെയും അടിസ്ഥാന കാരണം ചൂതുകളി തന്നെയാണ്. ഞാൻ പല രീതിയിലും ധൃതരാഷ്ട്രരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അദ്ദേഹം ഞാൻ പറയുന്ന ഒട്ടും കേട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ നിർബന്ധിപ്പിച്ച് അയച്ചിരിക്കുകയാണ്. അങ്ങേ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോകുന്നു. എനിക്ക് തോന്നുന്നു ദുര്യോധൻ യുധിഷ്ഠിരനുമായിട്ട് ഒരു മത്സരത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ശകുനിയായിരിക്കും ദുര്യോധനു വേണ്ടി കളിക്കുന്നത് എന്ന് തോന്നുന്നു. അന്ധനായ രാജാവ് അതിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തണം എന്നാണ് ധൃതരാഷ്ട്രർ പറഞ്ഞിരിക്കുന്നത്. ധൃതരാഷ്ട്രരാണ് ക്ഷണിച്ചത് എന്ന് കേട്ടപ്പോൾ യുധിഷ്ഠിരന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? പ്രതിജ്ഞ എടുത്തു പോയി അല്ലേ? ഒരിക്കലും മുതിർന്നവരുടെ നിർദ്ദേശങ്ങളെ, ആദേശം ഒരിക്കലും തിരസ്കരിക്കത്തില്ല എന്ന് യുധിഷ്ഠിരൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഇപ്പോൾ യുധിഷ്ഠിരൻ ഈ ഭൂമിയിലെ ചക്രവർത്തിയാണ്. പക്ഷേ ധൃതരാഷ്ട്രർ പറയുന്നത് കേൾക്കാതിരിക്കാനും കഴിയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ചൂത് കളിക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ചൂത് മത്സരത്തിനായിട്ട് ആരെങ്കിലും എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയൻ എന്നുള്ള രീതിയിൽ ഒരു മത്സരത്തിൽ നിന്നും എനിക്ക് പിന്മാറാൻ കഴിയില്ല. അത് യുദ്ധത്തിൽ നിന്നാണെങ്കിലും കളിയിൽ നിന്നാണെങ്കിലും. അത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അന്നേരം യുധിഷ്ഠിരൻ ചിന്തിച്ചു, എൻ്റെ കഴിവിൻ്റെ പരമാവധി കൗരവരുമായിട്ടുള്ള ഒരു തർക്കത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ ശ്രമിച്ചു. ശത്രുതയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് തന്നെയാണല്ലോ കാര്യങ്ങളുടെ നീക്കം എന്ന് യുധിഷ്ഠിരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ്റെ നിയോഗം, ഈശ്വരൻ നിശ്ചയിച്ചതായിരിക്കും എന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഹസ്തിനപുരിയിൽ എത്തുന്നതായിരിക്കുന്നു. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ശകുനി എന്ന് പറഞ്ഞാൽ ചൂത് കളിക്ക് ഏറ്റവും വിദഗ്ധനാണ്. ചൂതുകളിയുടെ എല്ലാ രഹസ്യങ്ങളെയും ശകുനിക്കറിയാം. പക്ഷേ യുധിഷ്ഠിരനും അറിയാം, ഈശ്വര നിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ യുധിഷ്ഠിരന് ജയിക്കാൻ കഴിയുള്ളൂ. ഭഗവാന്റെ നിശ്ചയത്തിനപ്പുറം ഈ ലോകത്തിൽ ആർക്കും ജയിക്കാനോ തോൽക്കാനോ കഴിയില്ല. ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് യുധിഷ്ഠിരന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടണമെങ്കിൽ നഷ്ടപ്പെടും. ആർക്കും അത് തടയാൻ കഴിയില്ല. ഇതെല്ലാം ഞാനൊരു ഭഗവാന്റെ കയ്യിലുള്ള ഒരു കളിപ്പാവയായിട്ട് നിൽക്കുകയാണ് എന്ന് സ്വയം അദ്ദേഹം സങ്കല്പിച്ചു. എന്നിട്ട് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മളെല്ലാവരും ഹസ്തിനപുരിയിലേക്ക് പോകണം. പിറ്റേ ദിവസം തന്നെ അവരെല്ലാം യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ബ്രാഹ്മണർ അവരുടെ മുന്നിൽ നിന്നു. യുധിഷ്ഠിരൻ ഒരു സ്വർണ്ണരഥത്തിൽ കയറി മുന്നോട്ട് പോവുകയാണ്. വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാവിധ വളരെ ആർഭാടമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വില കൂടിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് അവരെല്ലാവരും ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ധൃതരാഷ്ട്രരും ധൃതരാഷ്ട്രപുത്രന്മാരും സ്വീകരിച്ചു. ഭീഷ്മരും ദ്രോണരും കർണനും കൃപാചാര്യനും എല്ലാവരും സ്വീകരിച്ചിരുത്തി. ദുര്യോധനാദികൾക്ക് വലിയ സന്തോഷമായി. എന്തോ ഒരു വലിയ കെണിയിലേക്ക് ഒരു ഇര വീണതുപോലെയാണ് ഇവരിതിനെ കണ്ടത്. അവിടെ ഇവർക്കായിട്ട് താമസിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള താമസ
മുറികളൊക്കെ, വലിയ വലിയ മാളികകൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം അവരെ സ്വസ്ഥമായിട്ട് ഇരുത്തി ആ ദിവസം അവരെല്ലാവരും വിശ്രമിച്ചു. പിറ്റേ ദിവസം അവർ ക്ഷത്രിയന്മാരായതുകൊണ്ട് പ്രാതകർമ്മങ്ങൾ അതെല്ലാം, അതിനോടൊപ്പം തന്നെ ആയോധന കലകളൊക്കെ പരിശീലിക്കും. അതിനുശേഷം പ്രാതപൂജകളൊക്കെ ചെയ്തു. ഏറ്റവും നല്ല ഭക്ഷണം അവർക്കായിട്ട് അവിടെ ഒരുക്കിയിരുന്നു. ഏറ്റവും ഉത്തമ കലാകാരന്മാരെ കൊണ്ട് അവർക്ക് ആസ്വാദനം നൽകി. എന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവർ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇങ്ങനെ 2 ദിവസം അവരെ വിശ്രമിക്കാൻ അനുവദിച്ചു. ഇതേ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വന്ന സ്ത്രീജനങ്ങൾ, ദ്രൗപദിയുടെ കീഴിലുള്ള സ്ത്രീജനങ്ങളും ദ്രൗപദിയും എല്ലാവരെയും കണ്ടിട്ട് ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരുടെ ഭാര്യമാർ, അവർക്കെല്ലാം വലിയ അസൂയ തോന്നി. അവരുടെ സൗന്ദര്യവും അവരുടെ ആ ഒരു ആർഭാട ജീവിതത്തെയും കണ്ടിട്ട് ഒരുപാട് അസൂയ തോന്നി. പക്ഷെ അതൊന്നും പുറമെ പ്രകടിപ്പിച്ചില്ല. ദ്രൗപദിയും മറ്റ് പാണ്ഡവരുടെ പത്നിമാരും അവരെല്ലാം വിശ്രമിച്ചു അവരവരുടേതായിട്ടുള്ള ഭവനങ്ങൾ. പിറ്റേന്ന് ആ ശപിച്ച ദിവസം വന്നു. പാണ്ഡവരെ പുതിയ സഭാമന്ദിരത്തിലേക്ക് വിളിച്ചു. വലിയ വലിയ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ ക്ഷണിച്ചു വരുത്തി. ഏറ്റവും വില കൂടിയ ആസനങ്ങൾ അവർക്കായിട്ട് ഇരിക്കാനായിട്ട് തയ്യാറാക്കിയിരുന്നു. പല പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് രാജാക്കന്മാരെ വിളിച്ചിരുന്നു ഈ ഒരു ചൂതുകളി കാണാൻ വേണ്ടി. കാരണം ഇത് ദുര്യോധൻ്റെ വലിയൊരു പ്ലാനായിരുന്നു. കാരണം എല്ലാവരും കാണണം ഞാൻ എങ്ങനെയാണ് ഇത് ജയിച്ചത് എന്ന് അവരെയും കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. കാരണം ഇവന് ചക്രവർത്തി ആകണമല്ലോ, അതാണ് അവൻ്റെ ഉദ്ദേശം. മറ്റു രാജാക്കന്മാരുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ധൃതരാഷ്ട്രൻ ഇരിക്കുന്നു. നടുക്കാണ് ആ സഭ ചൂതുകളിയുടെ ആ ഒരു വേദി തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ പാണ്ഡവർക്കെതിരെ ദുര്യോധനും ശകുനിയും ഇരിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും നല്ല ചിരിക്കുകയാണ്. യുധിഷ്ഠിരനും ഇരുന്നു. സഭയിലുള്ള എല്ലാവരും ശാന്തരായപ്പോൾ ശകുനി പറഞ്ഞു, യുധിഷ്ഠിര, നമ്മൾ കുറേ നാളായിട്ട് നിന്നെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എത്ര പേർ വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവരെല്ലാവരും ആകാംക്ഷയോടെ ഈ കളി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ചൂതുകളിൽ വലിയ ശക്തിയുടെ പ്രദർശനമൊന്നുമില്ല. അതിൽ നീതി, ന്യായം, ധർമ്മം ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ചൂത് കളിക്കാൻ അങ്ങ് ഇത്രയും ഉത്സാഹം കാണിക്കുന്നതെന്ന് ചോദിച്ചു. ശകുനി ഉടനെ പറഞ്ഞു, ഒരിക്കലും നമ്മൾ ചതിയൊന്നും ആഗ്രഹിക്കുന്നില്ല യുധിഷ്ഠിര. ഇത് വളരെ സൗഹൃദ മത്സരമാണ്. പിന്നെ നമ്മൾ മത്സരമായതുകൊണ്ട് ഒരു രസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പന്തയം വെക്കണമല്ലോ എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, ദേവല ഋഷി ഇതിനു മുമ്പേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചൂത് കളിക്കാൻ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും ചൂത് കളിക്കരുത്. അതുകൊണ്ട് ചതിവിലൂടെ എൻ്റെ സ്വത്തുവകകൾ തട്ടിയെടുക്കാൻ നീ ശ്രമിക്കരുത്. അതിലൂടെ ഞാൻ സത്കർമ്മങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ധാർമ്മിക പ്രവൃത്തികളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ധർമ്മം ചെയ്യുന്ന ബ്രാഹ്മണരെ സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചതിവിലൂടെ ഒരിക്കലും ശത്രുക്കളെ പോലും തോൽപ്പിക്കാൻ പാടില്ല. അതുകൂടാതെ എനിക്ക് ചൂതുകളിയിലൂടെ ആ യുധിഷ്ഠിരൻ്റെ ആ സംസാരം നോക്കാം, എത്ര നിസ്സഹായ അവസ്ഥയിലാണ് പാവം. ആലോചിച്ചു, നമ്മൾ ആ അവസ്ഥയിലാണെങ്കിൽ എന്തുമായിരിക്കും അല്ലേ? ഇനി ഒന്നുമല്ല കേട്ടോ, നമ്മളെല്ലാവരും ഇന്ന് കരയാൻ പോവുകയാണ്. സത്യം, ഒരുപാട് വിഷമിക്കും ഇന്നത്തെ ഇത് കേൾക്കുമ്പോൾ. ഹരേ കൃഷ്ണ പറഞ്ഞു,
എനിക്ക് നിങ്ങളുടെ സ്വത്തിനോടൊന്നും താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇത് ചൂത് കളിക്കേണ്ട ആവശ്യമെന്ന്. ശകുനി ചിരിച്ചു. ശകുനി പറഞ്ഞു, യുധിഷ്ഠിര, അത് വലിയ ചക്രവർത്തിയല്ലേ, എന്തായാലും ചൂത് കളിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്നോട് ചൂത് കളിക്കാൻ അങ്ങേക്ക് ഭയമാണെങ്കിൽ, അതുകൂടാതെ ഞാൻ ചതിവിലൂടെ ആയിരിക്കും അങ്ങേയായിട്ട് കളിക്കുന്നത് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അത് കളിക്കേണ്ട ആവശ്യമില്ല. ഭയമാണെങ്കിൽ പിന്നെ കളിക്കേണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്രവർത്തിയാണ് വെല്ലുവിളിക്കുന്നത്. അന്നേരം ക്ഷത്രിയരെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയർക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. എങ്ങനെ ട്രാപ്പിലാക്കുന്നു നോക്കണം. യുധിഷ്ഠിരൻ ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ട് മുതിർന്ന എല്ലാവരെയും നോക്കി. യുധിഷ്ഠിരൻ്റെ ആ നിസ്സഹായ അവസ്ഥ നോക്കണേ, പാവം. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രയെ നോക്കി. ധൃതരാഷ്ട്രമൊന്നും പറയുന്നില്ല. അവിടെ ഇരിക്കുന്ന ദ്രോണരെയും ഭീഷ്മരെയൊക്കെ നോക്കി. ആരും ഒന്നും മിണ്ടത്തില്ല. അവരെല്ലാം നിശബ്ദരായിട്ടിരിക്കുക. ഭീഷ്മരും വിദുരരും തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വിദുരർക്ക് ശേഷം ഭീഷ്മരും പല രീതിയിലും ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഇത് വേണ്ട വേണ്ട, ഈ ചൂതുകളി വേണ്ട. പക്ഷെ കേട്ടില്ല. അന്നേരം അദ്ദേഹം നിർബന്ധിതനായി ചൂതുകളിക്ക് സമ്മതം കൊടുക്കണം. പക്ഷെ ധൃതരാഷ്ട്രർ ഇവർ തമ്മിൽ നടക്കുന്ന ഓരോ സംവാദവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ശകുനി, ഞാനൊരു ക്ഷത്രിയനാണ്. വെല്ലുവിളിയെ ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതെൻ്റെ പ്രതിജ്ഞയാണ്. എന്തായാലും വിധി എന്നെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അതേപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും എന്താണോ അതിൻ്റെ ഫലം വരുന്നത് അതൊരു ഈശ്വര നിശ്ചയം എന്ന് നമ്മൾ സ്വീകരിച്ചേ പറ്റുമെന്ന്. ഇനി അടുത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, ശരി, ആരുമായിട്ടാണ് എനിക്ക് ഞാൻ ചൂത് കളിക്കേണ്ടത്? എൻ്റെ സ്വത്തിനോട് തുല്യം നിൽക്കാൻ അത്രത്തോളം ആസ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം യുധിഷ്ഠിരൻ അറിയാം ശകുനിയായിട്ടാണ് കളിക്കേണ്ടതെന്ന്. അന്നേരം ശകുനിയുടെ സ്വത്തുവകകൾ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോലും എത്തത്തില്ല, എൻ്റെ ഒരു അംശം പോലും ഇല്ല. അതുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, എന്നോട് ചൂത് കളിക്കാൻ ആർക്കാണ് ഇവിടെ അത്രത്തോളം ആസ്തിയുള്ളത് എന്ന് ചോദിച്ചു. അന്നേരം ഇവിടെ യുധിഷ്ഠിരൻ വിചാരിച്ച എന്താ, ശകുനിക്ക് ചൂത് കളിക്കാൻ നല്ലപോലെ അറിയാം. പക്ഷെ യുധിഷ്ഠിരൻ്റെ അത്രയും സ്വത്തുവകകൾ ശകുനിയുടെ കയ്യിലൊന്നുമില്ല. ഉടൻ തന്നെ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ കൊടുക്കും ശകുനിക്ക് സ്വത്തുവകളൊക്കെ. ഞാനാണ് അങ്ങേയായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് കേട്ടോണ്ട് യുധിഷ്ഠിരന് വലിയ ഭയമാണ്. അന്നേരം കൗരവരുടെ സ്വത്തുവകൾ പാണ്ഡവരുടെ അത്രയും ഇല്ലെങ്കിലും ഉണ്ട്, ഏകദേശം ഖജനാവ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശകുനി എനിക്ക് വേണ്ടി കളിക്കും. ഞാൻ ശകുനിക്ക് വേണ്ടുന്ന എല്ലാ സ്വത്തുവകളും പന്തയത്തിൽ കൊടുക്കാനായിട്ട് നൽകുന്നു. ഇത് കേട്ടുടൻ തന്നെ യുധിഷ്ഠിരൻ ഒരുപാട് വിഷമിച്ചു. യുധിഷ്ഠിരൻ്റെ ഏറ്റവും വലിയ ഭയം ഇത് തന്നെയായിരുന്നു, ശകുനിയായിട്ടുള്ള ചൂതുകളി. എന്നിട്ട് ദുര്യോധൻ്റെ വേണ്ടി ശകുനി കളിക്കും. ഉടൻ തന്നെ യുധിഷ്ഠിരന് ഭയം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും ധർമ്മത്തിനനുസരിച്ചുള്ള കളിയല്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കാശിടുന്നു, മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ കളിക്കുന്നു, അത് ശരിയല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ചൂതുകളി ഞാൻ എങ്ങും കേട്ടിട്ടില്ല ദുര്യോധന. ഇത് ഒരിക്കലും ധർമ്മത്തിനനുസരിച്ചുള്ള കളിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മുതിർന്നവരെല്ലാവരെയും നോക്കി, അവരൊന്നും മിണ്ടുന്നില്ല. ദുര്യോധനൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിരന് ഭയമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കളിക്കാൻ ഭയമാണെങ്കിൽ പിന്നെ കളിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളത്. ശകുനി ചിരിച്ചുകൊണ്ട് ചൂതിങ്ങനെ പകിട ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് യുധിഷ്ഠിരന് ഒട്ടും താല്പര്യമില്ല. ശരി ദുര്യോധന, നിന്റെ താല്പര്യമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു.
ഉടൻ തന്നെ യുധിഷ്ഠിരൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള മുത്തുമാല കഴുത്തിൽ നിന്ന് ഊരി, എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഏറ്റവും അമൂല്യമായിട്ടുള്ള മുത്തുമാലയാണ്, ഇതാണ് ഞാൻ വയ്ക്കുന്ന പന്തയം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് കോടാനുകോടി സ്വത്തുവകകളുണ്ട്, അതെല്ലാം ഞാൻ ഈ മുത്തുമാലയ്ക്ക് പകരമായിട്ട് വയ്ക്കും. അവൻ്റെ കോൺഫിഡൻസ് നോക്കണം. കാരണം എന്താ? കാരണം ഈ പകിട, ശകുനി ഉണ്ടാക്കിയിരിക്കുന്ന പകിടയില്ലേ, അത് ശകുനിയുടെ അച്ഛൻ്റെ അസ്ഥി വെച്ചുണ്ടാക്കിയത്, ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുള്ള പകിടയാണ്. അതായത് ശകുനിയുടെ അച്ഛൻ്റെ ദുരാത്മാവ് ആ പകിടയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ശകുനി ഏത് സംഖ്യ പറയുന്നോ അതേ അതിൽ നിന്ന് വരും. ശകുനിക്കെതിരെ നിൽക്കുന്നവർ ആരും എന്തും സംഖ്യ പറഞ്ഞാലും അതിൽ നിന്ന് വരത്തില്ല. ഇത് യുധിഷ്ഠിരൻ അറിയത്തില്ല. നോക്കണേ, അന്നേരം ഈ ഒരു വിശ്വാസം ആർക്കുണ്ട്? ദുര്യോധനുണ്ട്. അതുകൊണ്ട് ഏറ്റവും അമൂല്യമായിട്ടുള്ള മുത്തുമാല പന്തയത്തിന് വെച്ചു. അതിന് പകരമായിട്ട് ദുര്യോധനൻ പറയുന്നത് എന്താ? എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുവകകളും, അതായത് യുധിഷ്ഠിരൻ ജയിച്ചു കഴിഞ്ഞാൽ ദുര്യോധൻ്റെ സ്വത്തുവകകളെല്ലാം ആർക്ക് കിട്ടും? യുധിഷ്ഠിരന് കിട്ടും. ദുര്യോധനൻ തോറ്റു കഴിഞ്ഞു. പക്ഷേ ദുര്യോധനൻ ജയിച്ചു കഴിഞ്ഞാൽ ദുര്യോധന കിട്ടുന്ന ആകെ മുത്തുമാല മാത്രമേ കിട്ടും. പക്ഷെ അവൻ്റെ ആ കോൺഫിഡൻസ് നോക്കുക. ഉടനെ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള, അതായത് എന്തിനാ അത് വെച്ചേന്നറിയോ? അങ്ങ് വെറും ഒരു മുത്തുമാല വെച്ച് കളിക്കുന്നു, എൻ്റെ ധൈര്യം കണ്ടില്ലേ? അങ്ങ് വെറും പേടിത്തൊണ്ടൻ, അതുകൊണ്ടല്ലേ ഒരു മുത്തുമാല വെച്ച് കളിക്കുന്നത്. അതായത് അകത്തുനിന്ന് ഇങ്ങനെ വലിക്കുകയാണെന്നുള്ള, ആളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. പൊതുവേ നമ്മൾ യുധിഷ്ഠിരനെ കുറ്റം പറയും, പക്ഷേ യുധിഷ്ഠിരൻ എങ്ങനെ ട്രാപ്പിലായെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇതാരും കേൾക്കാതെ പോകരുത്. എന്തുകൊണ്ട് പാണ്ഡവർക്ക് ആ ഒരു വിഷമാവസ്ഥ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം യുധിഷ്ഠിരൻ മുത്തുമാല വെച്ചപ്പോൾ ദുര്യോധനൻ എന്താ പറഞ്ഞു? എൻ്റെ ഈ കോടാനുകോടി സ്വത്തുണ്ട്, അതെല്ലാം ഞാൻ ഇവിടെ പന്തയത്തിന് വയ്ക്കുന്നു, നോക്കട്ടെ ആര് ജയിക്കും. ഉടൻ തന്നെ ശകുനി ഒരു സംഖ്യ പറഞ്ഞു, എന്നിട്ട് പകിട എറിഞ്ഞു. പകിട നിന്നപ്പോൾ അതേ സംഖ്യ തന്നെ വന്നു. ഞാൻ ജയിച്ചു എന്ന് ശകുനി പറഞ്ഞു. ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരു മാതാജി പറയുന്ന ആ കോൺഫിഡൻസ് കണ്ട് യുധിഷ്ഠിരന് ഡൗട്ട് തോന്നിയില്ല. ഡൗട്ട് മാത്രമല്ല, ഉറപ്പായിരുന്നു. അതാണ് യുധിഷ്ഠിരൻ അടുത്ത് പറയുന്നത്. പക്ഷെ ആരോട് പറയാം? ധൃതരാഷ്ട്രർ മിണ്ടാതിരിക്കുന്നു, ഭീഷ്മർ മിണ്ടാതിരിക്കുന്നു, വിതുരർ മിണ്ടാതിരിക്കുന്നു, ദ്രോണാചാര്യർ മിണ്ടാതിരിക്കുന്നു. അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, മുതിർന്നവർ പറയുന്ന എല്ലാം കേൾക്കും, അവർക്കെതിരെ ഒരിക്കലും തിരിയത്തില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ. യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ ഒരു കളിയിൽ എന്നെ ചതിവിലൂടെയാണ് തോൽപ്പിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ തോൽവിക്കായിട്ട് വിധിക്കപ്പെട്ട ഈ കളിയിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഒരുപാട് സന്തോഷമായല്ലേ, കളി തുടരൂ. അന്നേരത്തേക്ക് എന്തായി? ആ ഒരു, കാരണം ക്ഷത്രിയൻ്റെ മനസ്സാണേ. ഒരു ബ്രാഹ്മണനാണ് എന്താ പറയുന്നത്, മാനം അപമാനം അതൊക്കെ സഹിച്ച് ഇരിക്കേണ്ടത്. ക്ഷത്രിയൻ അങ്ങനെ നിൽക്കാൻ പാടില്ല. ക്ഷത്രിയൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വീര്യം, ശൗര്യം. അതുകൊണ്ട് യുധിഷ്ഠിരനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അങ്ങനെ ഒരു അപമാനിപ്പിക്കുമ്പോൾ, ഒരു ചക്രവർത്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വീര്യവും ശൗര്യവും കാണിക്കേണ്ടതാണ്, ഒരു കോൺഫിഡൻസ് കാണിക്കുക. അതുകൊണ്ട് യുധിഷ്ഠിരൻ പാവം നിർബന്ധത്തിനാവുകയാണ്. ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയും. എന്നിട്ട് ഉടനെ പറഞ്ഞു, കളി തുടരട്ടെ. എനിക്ക് സ്വർണം കൊണ്ട് നിർമ്മിച്ച കൂജകളിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളുണ്ട്, അമൂല്യമായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾ, ആയിരക്കണക്കിന് അതേപോലുള്ള കൂജകളുണ്ട്. അതെല്ലാം ഞാൻ ഇതാ പന്തയം വയ്ക്കുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ ഒരു സംഖ്യ പറഞ്ഞു, പക്ഷെ വീണില്ല. അതിനുശേഷം ശകുനി വീണ്ടും പകിടയെടുത്തു. അതായത്
ഇവിടെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, പന്തയം വയ്ക്കും, എന്നിട്ട് ആരാണോ ജയിക്കുന്നത്, ഇപ്പോൾ ശകുനി ഒരു സംഖ്യ പറഞ്ഞ് അത് വന്നു കഴിഞ്ഞാൽ ശകുനി ആയിരിക്കും ജയിക്കുന്നത്. ഇനി അടുത്ത ചാൻസ് ആരുടെയാണ്? യുധിഷ്ഠിരൻ്റെയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞിട്ട് ആ സംഖ്യ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യുധിഷ്ഠിരൻ തോറ്റു. പക്ഷേ ശകുനി പറഞ്ഞ സംഖ്യ വീണ്ടും വരികയാണെങ്കിൽ അതും ശകുനി ജയിച്ചു. ഇങ്ങനെയാണ്. അന്നേരം ശകുനി എന്ത് ചെയ്തു? വീണ്ടും ഒരു സംഖ്യ പറഞ്ഞു, എന്നിട്ട് 8 എന്നാണ് പറഞ്ഞത്. പകിട കറങ്ങി കറങ്ങി കറക്റ്റ് 8 വന്ന് നിന്നു. ശകുനി വീണ്ടും പറഞ്ഞു, ഞാൻ ജയിച്ചു. ഒരു കൊച്ചുകുട്ടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ജയിച്ചു മോനെ, ജയിച്ചു മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. യുധിഷ്ഠിരൻ നല്ലപോലെ അറിയാം ഇതിൽ ജയിക്കാൻ അസാധ്യമാണ്. അതുകൂടാതെ ശകുനി ചൂതുകളി അവൻ്റെ ആത്മാവിൽ ആക്കിയിരിക്കുകയാണ്. അത്രയ്ക്കോളം ചൂത് കളിക്കും. ശകുനി എപ്പോഴും വളരെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളുമായിട്ടാണ് പകിട് കളിക്കുന്നത്. അതുകൂടാതെ ദുര്യോധൻ്റെ സ്വത്തുവകൾ മൊത്തം കൊടുത്തിരിക്കുക ശകുനിക്ക് ചൂത് കളിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു രീതിയിലും ഇവനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നിട്ടും കളി നിർത്താനും പറ്റത്തില്ലേ. യുധിഷ്ഠിരൻ അടുത്ത് പറഞ്ഞു, എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള രഥമുണ്ട്. 1000 രഥത്തിന് തുല്യമാണ് ഞാൻ സഞ്ചരിക്കുന്ന ആ രഥം. ഏറ്റവും മനോഹരമായിട്ടുള്ള രത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് അതൊക്കെ. അതെല്ലാം ഞാനിപ്പോൾ അത് രഥം ഓടുന്ന സമയത്ത് ഇടിവെട്ടുന്ന പോലെയാണ് അതിൻ്റെ ചക്രത്തിൻ്റെ ശബ്ദം വരുന്നത്. അതുകൂടാതെ 8 കുതിരകൾ, അതിമനോഹരമായിട്ടുള്ള 8 കുതിരകൾ, കാറ്റിൻ്റെ വേഗതയിൽ ഓടുന്ന 8 കുതിരകളുണ്ട്. ആ രഥത്തെ ഞാൻ പന്തയം വയ്ക്കുന്നത്. ഈ പ്രാവശ്യം ശകുനിയുടെ അവസരമായിരുന്നു. ഒരു ഭക്തൻ ചോദിക്കുന്നു, ഭക്തന്മാർക്ക് പ്രോബ്ലം വന്നാൽ ഭഗവാനെ വിളിക്കില്ലേ ഗുരു? വിളിക്കും, പക്ഷെ അന്നേരത്തേക്ക് എല്ലാം പോയി. ഇത്രയും പ്രശ്നത്തിലാവുമെന്ന് അവർ വിചാരിച്ചോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം കയറുന്നത് ഇങ്ങനെ സൂചി പോലെ ആയിരിക്കും. നമ്മൾ ഇത് വെറും ഒരു സൂചിയല്ലേ എന്ന് വിചാരിക്കും. എല്ലാം കൂടെ പൊളിച്ചിടക്കി അത് പുറത്ത് വരുമ്പോൾ അമ്മോ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ, ഒരു ചെറിയൊരു സൂചി പോലെ കയറും. അതൊരു പ്രശ്നമാണ്, നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ലേ. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം അവർ പറഞ്ഞത് തന്നെ എന്താണ്? ഒരു സഹോദര മത്സരം, ചുമ്മാ ഒരു മത്സരത്തിന് വേണ്ടി, ഒരു ജസ്റ്റ് ഒരു നോർമൽ കളി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു യുദ്ധം അങ്ങനെ യുധിഷ്ഠിരൻ വിവേക ബുദ്ധി കാണിച്ചില്ല. അതെന്താ മതി അങ്ങനെ പറയുന്നത്? യുധിഷ്ഠിരൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു യുധിഷ്ഠിരനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ആളുടെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളൂ? അദ്ദേഹം സ്വാർത്ഥനായിരുന്നെങ്കിൽ ഒരിക്കലും ചൂത് കളിക്കത്തില്ലായിരുന്നു. അദ്ദേഹം നിസ്വാർത്ഥനാണ്. ഒരിക്കലും അങ്ങനെ പറയരുത് മതി, തെറ്റാണ്. ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അദ്ദേഹം ധർമ്മത്തിൻ്റെ ശിരോമണിയാണ്. നമ്മുടെ കൺമുന്നിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ പരിഹസിച്ച് അപമാനിച്ച് നമ്മളിൽ നിന്നെല്ലാം തട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ മിണ്ടായിരിക്കാൻ പറ്റുമോ? അതാണ് നമ്മളും യുധിഷ്ഠിരനും തമ്മിലുള്ള വ്യത്യാസം. വളരെ എളുപ്പത്തിൽ നമ്മൾ ധർമ്മത്തെ ഉപേക്ഷിക്കും. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും യുധിഷ്ഠിരൻ ധർമ്മം ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ യുധിഷ്ഠിരന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ ഭഗവാൻ പങ്കെടുത്തത്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ ചക്രവർത്തിയാക്കാൻ വേണ്ടി ഭഗവാൻ മഹാഭാരത യുദ്ധം നടത്തിയത്. അതുകൊണ്ട് ഒരിക്കലും യുധിഷ്ഠിരനെ കുറ്റം പറയരുത്. എനിക്ക് വിഷമം. യുധിഷ്ഠിരവാദം എന്താ തെറ്റ്? ധൃതരാഷ്ട്രം ഉണ്ടായിരിക്കുന്നില്ലേ? ഭീഷ്മരും ഉണ്ടായിരിക്കുന്നില്ലേ? ദ്രോണാചാര്യനും ഉണ്ടായിരിക്കുമല്ലേ? ആ സ്ഥലത്ത് പാവം യുധിഷ്ഠിരൻ എന്ത് ചെയ്യാനോ? യുധിഷ്ഠിരവാദം എന്താണ് തെറ്റ്? അടുത്ത മാതാജി പറയുന്നു, ഇതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ? എങ്കിൽ പിന്നെ നമുക്ക് മഹാഭാരതം പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ പറഞ്ഞു വിട്ടതാണെങ്കിൽ. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്?
തീരുമാനങ്ങൾ ശരിയായിരിക്കണം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ പിന്നുള്ള തീരുമാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം വിധിയെ നമുക്ക് കുറ്റം പറയും. ഇത് ധൃതരാഷ്ട്രരുടെ സ്വഭാവമാണ്. എല്ലാം വിധിയല്ലേ, എല്ലാം വിധിയല്ലേ, എല്ലാം വിധിയല്ലേ. എല്ലാം വിധിയാണെങ്കിൽ പിന്നെ മഹാഭാരതത്തിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കിഷ്ടമുള്ള എന്തും ചെയ്തിട്ട് എല്ലാം വിധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് വിധിയുടേതായിട്ടുള്ള വിധി നമുക്കായിട്ട് വിധിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടും മണ്ടത്തരമാണ്. എല്ലാം എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. എല്ലാം വിധിയാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. നമ്മൾ ഭക്തർ കുറച്ച് വിവേകം ഉപയോഗിക്കുക. എല്ലാം വിധിയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. യുധിഷ്ഠിരൻ തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് യുധിഷ്ഠിരന്റെ വിധി വേറെ ആയിരിക്കും. ദുര്യോധന്റെ ഓരോ തീരുമാനങ്ങൾക്കനുസരിച്ച് ദുര്യോധന്റെ തീരുമാനം വേറെ ആയിരിക്കും. അന്നേരം അങ്ങനെയുള്ള വ്യക്തി വരുന്നത് കൊണ്ട് ആ വ്യക്തി ഇങ്ങനെയുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത് എന്നത് കൊണ്ടാണ് അവിടെ വിധി റെഡിയായത്. അല്ലാതെ വിധി അങ്ങനെ ആയതുകൊണ്ടല്ല ദുര്യോധന അങ്ങനെ തെറ്റി. ഇത് ഞാൻ ഒരു 100 പ്രാവശ്യം സത്സംഗത്തിൽ പറഞ്ഞുതരാം. പിന്നെയും ഭക്തർ ഇങ്ങനെ തന്നെ പറയുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് എൻ്റെ വിധിയാണെന്ന് തോന്നുന്നു. ഒന്നി അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ഇത് ഞാൻ ഒരു 100-200 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഭക്തർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ട് എല്ലാവരും. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാതെ എല്ലാം വിധിയല്ല. അതും കൂടെ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അന്നേരം ഇവിടെ യുധിഷ്ഠിരൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുതിരകളെ, രഥത്തെ ഞാനിതാ പന്തയം വയ്ക്കുന്നു പറഞ്ഞു. ഈ പ്രാവശ്യം ശകുനിയുടെ അവസരമായിരുന്നു. ശകുനി ഒരു സംഖ്യ പറഞ്ഞു. കറക്റ്റായിട്ട് ആ സംഖ്യയിൽ തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചു. ദുര്യോധനും സഹോദരന്മാർക്കും വലിയ സന്തോഷം. അതായത് യുധിഷ്ഠിരന്റെ രഥം, യുധിഷ്ഠിര മഹാരാജിന്റെ രഥം ദുര്യോധന്റെ ആയി കഴിഞ്ഞു. ഉടൻ തന്നെ ദുര്യോധന്റെ സഹോദരന്മാരും കളിയാക്കി പറഞ്ഞു, ഇനി എന്ത് വെക്കും യുധിഷ്ഠിര? എന്തെങ്കിലും ഉണ്ടോ പന്തയം വെക്കാൻ? യുധിഷ്ഠിരന് ചുറ്റും പാണ്ഡവരിയ്ക്കുകയാണ്. അവരെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി ദുര്യോധനെ നോക്കി. അർജുനൻ യുധിഷ്ഠിരന്റെ തോളയിൽ കൈവച്ചിട്ട് പറഞ്ഞു, വേണ്ട, മതി, ഇവിടെ നിർത്താൻ കളി. ഇവർമാരുടെ ഉദ്ദേശം ശരിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ യുധിഷ്ഠിരൻ എന്ത് ചെയ്യാൻ പറ്റും? യുധിഷ്ഠിരൻ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പന്തയം വെച്ചു. എനിക്ക് 100,000 തോഴിമാരുണ്ട്. ഏറ്റവും അതീവ സുന്ദരിമാരായിട്ടുള്ള, അതീവ ബുദ്ധിശാലിയായിട്ടുള്ള, ഏറ്റവും അമൂല്യമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള, അവർക്ക് 64 കലകളും അറിയാവുന്ന അവർ, സാക്ഷാൽ ദേവലോകത്തെ അപ്സരസനകളെ പോലെയാണ് അവർ എന്ന് പറഞ്ഞു. അവരെയാണ് ഞാൻ അടുത്ത പന്തയം വയ്ക്കുന്നത്. എന്താ ദുര്യോധൻ പറഞ്ഞു, അതെ, അതിന് തത്തുല്യമായിട്ട് ഞാൻ വെച്ചു എന്ന് കരുതുക. എന്തായാലും അങ്ങ് ജയിക്കത്തില്ല, ഞാനും ജയിക്കുന്നു. അതിന് തുല്യമായിട്ട് ഞാൻ വെച്ചു എന്ന് കരുതാൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഒരു സംഖ്യ പറഞ്ഞു. പക്ഷെ ആ സംഖ്യ വന്നില്ല. പക്ഷെ ശകുനി ഇട്ടപ്പോൾ ആ സംഖ്യ വന്നു. ജയിച്ചു, വീണ്ടും ജയിച്ചു. ഇനി മോനെ ദുര്യോധന, ആ 100 തോഴിമാരും ഇനി നിന്റെ സ്വന്തം. അവിടെ സഭയിലിരുന്ന ഭീഷ്മരും ദ്രോണരും എല്ലാവരും ഇങ്ങനെ വിഷമത്തിലിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇത് പോകുന്ന പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. അന്നേരം ധൃതരാഷ്ട്രർ വിതുരോട് ചോദിക്കുക, എന്താണ് പന്തയം വെച്ചത്? എൻ്റെ മോൻ ജയിച്ചോ? എന്താണ് ജയിച്ചത്? ഇങ്ങനെ സന്തോഷത്തോടു കൂടി വീണ്ടും പറഞ്ഞു.
പക്ഷെ വിദുരർക്ക് ഇതൊന്നും കേട്ടിട്ട് രണ്ടും ഇഷ്ടപ്പെടുന്നില്ല. ദുര്യോധൻ്റെ ഈ പെരുമാറ്റം, ശകുനിയുടെ ചതി, അതുകൂടാതെ ധൃതരാഷ്ട്രയുടെ ചോദ്യം, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം മെല്ലെ മെല്ലെ ചതിയിലൂടെ പാണ്ഡവരുടെ സ്വത്ത് മൊത്തത്തിൽ പിടിച്ചടക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായി. വളരെ വിഷമത്തോടു കൂടി ഓരോരോ കളിയും തോൽക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. പാണ്ഡവർ ആയിരക്കണക്കിന് ആനകളെ, രഥങ്ങളെ, കുതിരകളെ എല്ലാം നഷ്ടപ്പെട്ടു. കോടാനുകോടി സൈനികരെ, ആയുധങ്ങളെ, കവചം എല്ലാം നഷ്ടപ്പെട്ടു. അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂതുകളിയിൽ ആസക്തനായി യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും വീണ്ടും, കാരണം വേറെ രക്ഷയില്ലേ, അവിടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ്. മുതിർന്നവരായിട്ടുള്ള ആരും മിണ്ടുന്നില്ല. അവിടെ സഭയിൽ ഒരേ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ. യുധിഷ്ഠിരൻ പന്തയം വെക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ജയിച്ചു ജയിച്ചു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും നടക്കുന്നില്ല. യുധിഷ്ഠിരൻ ഞാൻ ഇത് വയ്ക്കുന്നു, അവിടെ ജയിച്ചു ജയിച്ചു ജയിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഭീമന് വലിയ ദേഷ്യം വരുവാണ്. പ്രത്യേകിച്ച് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയപ്പോൾ മുതലേ ഭീമന് വലിയ ദേഷ്യമാണ്. അന്ന് മുതലേ ഈ ദുര്യോധനുമായിട്ട് ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നു ഭീമൻ. അന്നേരം അതിൻ്റെ ഇടയിൽ ഇവന്റെ ഈ നിഷ്ഠൂര പ്രവൃത്തി ഒരിക്കലും ഭീമൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ജ്യേഷ്ഠൻ ഇരിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന്. അതുകൂടാതെ അർജുനും കൗരവരുമായിട്ടൊരു യുദ്ധം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ജ്യേഷ്ഠൻ പറയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ അപമാനമൊക്കെ രണ്ടുപേരും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ദുര്യോധനും സഹോദരങ്ങളും ഒക്കെ കളിയാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുക. വിദുരർക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിച്ചില്ല. വിദുരർ എഴുന്നേറ്റു, എല്ലാരും കേൾക്കെ പറഞ്ഞു, രാജാവേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ ചതി? ഞാൻ പറയുന്നത് അങ്ങേക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. മരണം അടുത്തെത്തിയ വ്യക്തിക്ക് എത്ര അമൂല്യമായിട്ടുള്ള അമൃത് കൊടുത്താലും അവൻ അത് കഴിക്കത്തില്ലെന്നറിയാം. അതേപോലെ അങ്ങ് ഞാൻ പറയുന്ന ഒന്നും സ്വീകരിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഈ നീചനായിട്ടുള്ള ഈ ദുഷ്ടൻ ദുര്യോധനെ അവൻ ജനിച്ചതിൻ്റെ അന്നേ ചെന്നായ്ക്കളൊക്കെ ശബ്ദം ഓലിയിട്ടിരുന്നു. അന്നേ ഞാൻ പറഞ്ഞു ഇവൻ ഈ കുലദ്രോഹിയാണ്, അവനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, നമ്മുടെ കുലം രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഇന്ന് കണ്ടില്ലേ ഇവന്റെ ഈ നീച പ്രവർത്തി കാണാം. കാരണം നമ്മുടെ ഈ കുലം മുഴുവൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദുരർ ഈ പറയുന്ന കേട്ടിട്ട് കളി അവിടെ നിർത്തി. ദുര്യോധനാണെങ്കിൽ അങ്ങ് ദേഷ്യം കൊണ്ട് വരച്ചുകൊണ്ടിരിക്കാം. വിദുരർ പറഞ്ഞു, പണ്ട് ശുക്രാചാര്യർ പറഞ്ഞിട്ടുണ്ട്, തേൻ മോഹിച്ച് ഒരു ആർത്തിയുള്ള വ്യക്തി വലിയ വലിയ ഉയരമുള്ള മരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറും. ആ തേൻ മാത്രമേ കാണുന്നുള്ളൂ. അവൻ വലിയ ഉയർന്ന മരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറി തേൻ ശേഖരിക്കാൻ വേണ്ടി പോകും. പക്ഷേ ആ വ്യക്തി കാണുന്നില്ല. ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടാൻ പോവുകയാണ്, ആഴം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ആ തേനെ മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് കൈ വിട്ടു കഴിഞ്ഞാൽ നേരെ താഴെയായിരിക്കും വീഴുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അതേപോലെ പാണ്ഡവർക്കെതിരെയുള്ള ഈ ശത്രുത ഈ കുലത്തിന് നല്ലതല്ല. വിദുരർ ധൈര്യത്തോടു കൂടി ധൃതരാഷ്ട്ര മുഖത്ത് നോക്കി ഇത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണോ യദുകുലത്തിലുള്ളവർ കംസനെ തഴഞ്ഞു കളഞ്ഞത്, കൃഷ്ണൻ കംസനെ കൊല്ലുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചത്, അതേപോലെ അങ്ങ് നിർദ്ദേശം നൽകൂ ഈ അർജുന് ദുര്യോധനെ ഇപ്പം തന്നെ കൊല്ലാൻ. ഈ കാക്കക്കൂട്ടങ്ങളായിട്ടുള്ള കൗരവരെ
പ്രത്യേകിച്ച് ദുര്യോധനെ തഴഞ്ഞിട്ട് മയിലിനെ പോലെ സുന്ദരമായിട്ടുള്ള ആ പാണ്ഡവരെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് പകരം പാണ്ഡവരെ ഇങ്ങനെ ദ്രോഹിക്കരുത്, അവർക്ക് അർഹതപ്പെട്ട സ്വത്താണത്, അതെന്തിനിവർ തട്ടിയെടുക്കാൻ നോക്കുന്നു? എന്നിട്ട് പറഞ്ഞു, ഈ ചൂതുകളി ഇനിയും തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കൗരവരും പാണ്ഡവനും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കും, അതിന്റെ ഭവിഷ്യത്ത് അങ്ങേക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞു, അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ ഈ ക്രൂര മകനെ നിർത്താൻ കഴിയൂ, ഒന്ന് നിർത്തൂ ധൃതരാഷ്ട്രേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ധൃതരാഷ്ട്ര ഒന്നും വേണ്ടിയില്ലെന്ന്. എന്നിട്ട് വിതുരർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പുറമെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മകന്റെ ഈ ചതി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങ് വലിയ ദുഃഖത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത്രയും നീച പ്രവൃത്തിയിലേക്ക് പോകരുത്. യുധിഷ്ഠിരൻ അജാത ശത്രുവാണ്, ആരെയും ശത്രുവായിട്ട് കാണാത്ത വ്യക്തിയാണ്. എന്തുകൊണ്ട് അങ്ങ് ഇത്രയും ക്രൂര പ്രവൃത്തി ചെയ്യുന്നു? എന്തിന് പാണ്ഡവരുടെ സ്വത്ത് ഇങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കൂ, യജ്ഞം ചെയ്യൂ, അല്ലാതെ എന്തിനാണ് മറ്റൊരാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നത്? അല്ലാതെ ആണുങ്ങളെ പോലെ യുദ്ധം ചെയ്ത് ജയിക്കൂ, അല്ലാതെ ഇങ്ങനെ ചതിയിലൂടെ അല്ല ജയിക്കണേന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ദുര്യോധന സഹിച്ചില്ല. ദുര്യോധന എഴുന്നേറ്റു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്റെ സ്വഭാവം എന്താണെന്ന്. ആരാ പറയാ? ദുര്യോധൻ വിതുരർക്കെതിരെ. നിന്നെ തീറ്റി പോറ്റുന്നത് ആരാണെന്ന് പോലും നിനക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഭക്ഷണവും കഴിച്ചിട്ട് നിന്റെ കൂറ് മുഴുവൻ പാണ്ഡവർക്കാണ്. നിന്നെ ആര് സംരക്ഷിക്കുന്നോ അവർക്കെതിരെ നീ ചിന്തിക്കുകയാണ്. നിനക്ക് നാണമില്ലേ മനുഷ്യ? നീ ഇത്രയും നന്ദി കെട്ടവനായല്ലോ, നിനക്കൊരു ആത്മാർത്ഥത ഇല്ലല്ലോ ഈ കുരുവംശത്തിനോട്. പിന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ തെറ്റ് എവിടെയാണ്? ഇതെന്റെ സ്വഭാവം ഇങ്ങനെയാണ്. എന്നെ ഈ ഈശ്വരൻ ഉണ്ടാക്കിയത് ഈ ഒരു സ്വഭാവത്തിലാണ്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ധൃതരാഷ്ട്രർക്ക് പറ്റിയ മോനാണ്. എന്ത് പറഞ്ഞാലും വിധിയെ കുറ്റം പറയും, ഈശ്വരനെ കുറ്റം പറയും. അവരുടെ തെറ്റാണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തെറ്റാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ക്ഷത്രിയനാണ്, ഒരിക്കലും ശത്രുക്കൾ പുരോഗമിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതെന്റെ ക്ഷത്രിയന്റെ സ്വഭാവമാണ്. പിന്നെ വിതുരർ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടും ശരിയല്ല. എങ്ങനെയാണോ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സ്ത്രീ അന്യപുരുഷനുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്, അതേപോലെ നീ താഴ്ന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെയൊക്കെ തീറ്റി പോറ്റിയിട്ട് ഒരു കാര്യമില്ല. അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്ന പോലെ നിന്നെ ഇവിടുന്ന് ഉപേക്ഷിക്കണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ അപമാന വാക്കുകൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും വിതുരർക്ക് വിഷമമായി. എന്നിട്ട് വീണ്ടും ധൃതരാഷ്ട്രയോട് പറഞ്ഞു, ധൃതരാഷ്ട്രേ, ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള രാജാക്കന്മാരോട് എല്ലാവരോടും അങ്ങ് ചോദിക്കൂ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. അങ്ങയുടെ മനസ്സ് ശരിയല്ല. ഒരു ഭാഗത്ത് അങ്ങ് സംരക്ഷിക്കുന്നു, മറ്റു ഭാഗത്തിലൂടെ അവരെ ദ്രോഹിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് ദുര്യോധനെ നോക്കിയിട്ട് പറഞ്ഞു, ദുര്യോധന, നീ എന്നെ മണ്ടെന്ന് വിളിക്കുന്നു, പക്ഷേ നല്ല ഉപദേശങ്ങളെ തിരസ്കരിക്കുന്നവൻ അവനാണ് ഏറ്റവും വലിയ മണ്ടൻ. ഈ ലോകത്ത് നിന്നെ സ്തുതിക്കുന്ന ഒരുപാട് വ്യക്തികൾ കാണും, പക്ഷേ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്റെ മുഖത്ത് നോക്കി കടുവചനങ്ങളെ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന വ്യക്തി, അവനാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത്. നീ മനസ്സിലാക്കൂ. യഥാർത്ഥ വ്യക്തി ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കും, അല്ലാതെ വാചകമടി മാത്രമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ദുര്യോധൻ കളിയാക്കിയിട്ട് പറഞ്ഞു, ഓ പിന്നെ ഒരു വിതുരർ വന്നിരിക്കുന്നു, ഇങ്ങേര് പറഞ്ഞിട്ട് വേണമല്ലോ എൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടി, ഒന്നും പോടെ ഇവിടുന്ന് എന്നുള്ള രീതിയിൽ വളരെ തഴം താഴ്ത്തി അങ്ങ് വെറുതെ അപമാനിച്ചു വിട്ടു. എന്നിട്ട് ദുര്യോധൻ പറയുന്ന അപമാന വാക്കുകളെ അവഗണിച്ചുകൊണ്ട് വിതുരർ വീണ്ടും പാണ്ഡവരുടെ നോക്കിയിട്ട് പറഞ്ഞു,
ധൃതരാഷ്ട്രരെ നോക്കൂ, 5 ശക്തമായിട്ടുള്ള നാഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഏറ്റവും വിഷം കൂടിയ നാഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. 5 ശക്തമായിട്ടുള്ള നാഗങ്ങൾ. അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ദുര്യോധനോട് പറയൂ, അവന്റെ സ്ഥാനത്തിരിക്കാൻ. ഇനി കൂടുതൽ കൂടുതൽ അവരെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവന് അവരുടെ ക്രോധത്തെ സഹിക്കാൻ കഴിയില്ല. പാണ്ഡവരുടെ ക്രോധത്തിന്റെ ആ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിതുരർ വിഷമിച്ച് സഹികെട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ധൃതരാഷ്ട്രയുടെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും വന്നില്ല. ഒരു വാക്ക് പോലും വേണ്ടിയില്ല. ഒറ്റ വാക്ക് പോലും വേണ്ടിയില്ല. എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് ദുര്യോധനൻ എന്ത് ചെയ്തു? നമുക്ക് കളി തുടങ്ങാം, ഇങ്ങനെ കിളവ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടി, നമുക്ക് കളി തുടങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ വീണ്ടും കളിക്കും മാമാശ്രീ, ഇനി ഇറങ്ങ്, കളിയിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു. എന്നിട്ട് ശകുനി അവിടെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു, ചക്രവർത്തി, അങ്ങയുടെ എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു, ഇനി എന്തെങ്കിലും ഉണ്ടാവോ ചക്രവർത്തിയുടെ കയ്യിൽ. എന്നിട്ട് അതായത് ഇങ്ങനെ എരികെറ്റിക്കൊണ്ടിരിക്കുക, അതായത് കൂടുതൽ കൂടുതൽ പന്തയം വെക്കാൻ വേണ്ടി യുധിഷ്ഠിരൻ പറഞ്ഞു, ശകുനി, നിനക്കറിഞ്ഞൂടെ എന്റെ സ്വത്തുക്കൾ എത്രയുണ്ടെന്ന്? എനിക്ക് കോടാനുകോടി സ്വത്തുക്കളുണ്ട്. അതായത് പാവം ഫുൾ ട്രാപ്പിലായെന്നുള്ളതാണ്. ഭയങ്കര വിഷമം യുധിഷ്ഠിരനെ കുറിച്ച് ആലോചിക്കുന്നു. പാവം ദ്രൗപദി ദേവി വിഷമിച്ചു. സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് യുധിഷ്ഠിരനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. എല്ലാരും കുറ്റപ്പെടുത്തിയെന്നുള്ളു, എല്ലാരും ഒറ്റപ്പെടുത്തിയെന്നുള്ളു. ദ്രൗപദിക്ക് മനസ്സിലായില്ല, പാണ്ഡവർക്ക് മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ നിസ്സഹായാവസ്ഥയിലിരിക്കുന്നത് യുധിഷ്ഠിരനാണ്. എപ്പോഴും ധർമ്മത്തിനും ന്യായത്തിനും നീതിക്കും ഉറച്ചു നിൽക്കുന്ന അദ്ദേഹം, ധർമ്മപുത്രൻ യുധിഷ്ഠിര മഹാരാജ് കി ജയ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത് ദ്രൗപദി ദേവിയെ കുറിച്ച് ആലോചിച്ച, പക്ഷെ അതിനെക്കാട്ടി ഞാൻ കൂടുതൽ വിഷമിക്കുന്നത് യുധിഷ്ഠിരനെ കുറിച്ച് ആലോചിച്ച. എന്ത് തെറ്റാണ് പാവം ചെയ്തത്? ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഇത്രയും നല്ലൊരു വ്യക്തി ഒരു പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തിയെക്കാട്ടി ഉയർന്നു നിൽക്കും യുധിഷ്ഠിരൻ. എന്തുകൊണ്ട്? അത് ഭഗവാനല്ലേ. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ ഗുണങ്ങൾ തൊട്ട് നമസ്കരിക്കണം, കാല് തൊട്ട് നമസ്കരിക്കണം. യുധിഷ്ഠിര മഹാരാജ് കി ജയ്. ഇത്രയും നല്ലൊരു വ്യക്തി നമുക്ക് കാണാൻ കഴിയുമോ വേറെ? ചൂതുകളി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ മനസ്സെന്തുവാണ്. അദ്ദേഹത്തിന്റെ ചങ്ക് ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആളുടെ ഇത് പറഞ്ഞേ ആ പറയില്ലേ, പ്രഭുപാദ് പറയും, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പേഴ്സൺ ഓൺ ദ ബേസിസ് ഓഫ് ഹൗ ഹി ക്യാൻ ടോളറേറ്റ് പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ്. അതിന്റെ അർത്ഥം എന്താ? പ്രകോപിപ്പിക്കുന്ന സാഹചര്യത്തിലും പ്രകോപിതനാകാതെ ഇരിക്കാൻ പറ്റുന്ന കഴിവ്, അതാണ് ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം ശ്രേഷ്ഠനാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഏറ്റവും പ്രകോപിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലും ധർമ്മത്തിൽ ഇങ്ങനെ പർവ്വതം നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് സല്യൂട്ട് കൊടുക്കണം. അവന്റെ സഹനശക്തിയും ക്ഷമയും ധൈര്യത്തെയും, അതിനാണ് സല്യൂട്ട്. ഭീമന്റെ ഗദയെ കാട്ടിയും അർജുന്റെ ഗാന്ധീവത്തെ കാട്ടിയും ഭഗവാൻ കൃഷ്ണന്റെ സുദർശന ചക്രത്തെ കാട്ടിയും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് യുധിഷ്ഠിരന്റെ ധർമ്മത്തെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ നിർബന്ധിതനാകുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു ദൂതനാകാൻ വേണ്ടിയും കൃഷ്ണൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വേണ്ടി രാജസൂയ യജ്ഞത്തിൽ ഒരു ദാസനെ പോലെ പ്രവർത്തിക്കാനും ഭഗവാൻ തയ്യാറാണ്. കാരണം എന്താ? സ്വാർത്ഥ ലാഭങ്ങളില്ല അവിടെ.
ഓമന മാതാജി പറയുന്നത് കൂടുതൽ ധർമ്മിഷ്ഠനായാൽ മറ്റുള്ളവർക്ക് ചതിക്കും. ഇത് മാതാജി പോലുള്ള ഒരു വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കും. മാതാജിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. മാതാജിക്ക് ഒരിക്കലും മനസ്സിലാവും. ദൈവം ഇങ്ങനത്തുള്ള കമൻസ് ഇടരുത്. ഇങ്ങനെയുള്ള കമൻസ് ഇടാനാണെങ്കിൽ ദൈവം ഈ ക്ലാസ്സിൽ വരരുത്. ഇവിടെ ഉയർന്ന മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ നീചമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും യുധിഷ്ഠിരന്റെ മഹത്വം മനസ്സിലാകത്തില്ല. മറ്റുള്ളവർ എന്ത് ചതിച്ചാലും എന്ത് നേടിയെടുക്കാനാണ്? അവരെന്ത് കൊണ്ടുപോയി ഈ ലോകത്തിൽ നിന്നും? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ മാതാജിയെ പോലെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും യുധിഷ്ഠിരന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി മറ്റുള്ളവർ നമ്മളെ ചതിക്കും, അവർ നേടിയെടുക്കും എന്നൊരു ഭയം. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. ദൈവം ഇങ്ങനെയുള്ള കമന്റ്സ് ഇടരുത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഇത് മഹാഭാരതം ക്ലാസ്സിൽ ഇരിക്കരുത്. മറ്റുള്ളവരെ വാചോടിക്കുന്ന പോലെ വാചോടിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയല്ല. കേൾക്കുന്നവർ കേട്ടാൽ മതി. ഞാൻ സത്യമായിട്ടേ പറയത്തുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും ഉള്ളിൽ മേധാശക്തി വേണം. ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ദൈവം ഇത് ക്ലാസ്സിൽ ഇരിക്കരുത്. മറ്റുള്ളവർ ചതിച്ചാൽ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? നമ്മൾ ഇന്ന് കാശടിച്ചു മാറ്റാൻ പറ്റും, സ്വത്തടിച്ചു മാറ്റാൻ പറ്റും. ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അതൊക്കെയാണ് ഏറ്റവും വലിയ മൂല്യം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും പിടിച്ചുകൊണ്ടിരുന്നോ. അവരും നിങ്ങളുമായിട്ട് ഒരു വ്യത്യാസമില്ല. പാണ്ഡവർ ഏറ്റവും മൂല്യമായിട്ട് കാണുന്നത് സ്വത്തിനെ അല്ല, ധർമ്മത്തെയാണ്. കൗരവർക്ക് സ്വത്ത് മാത്രം മതി, അതുകൊണ്ട് അവരുടെ ഈ സ്വത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള കമന്റ്സ് ഒട്ടും ഇഷ്ടമല്ല മാതാജി. കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ള തത്വങ്ങളാണ്. ദൈവം ഇത് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്നത്തെ യുഗത്തിൽ ആർക്കും ഇല്ലെന്ന് എനിക്കറിയാം. ഇന്നത്തെ ആൾക്കാര് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടം പോലെ കിട്ടുന്നത്. ഇവിടുന്ന് ആട്ടും തുപ്പും ഇതല്ലാതെ അവർക്കൊന്നും കിട്ടത്തില്ലെന്ന്. ദുര്യോധനൻ എന്താ കിട്ടിയത്? ഇന്നും അവന് ചീത്തപ്പേരാണ്, എന്നും ചീത്തപ്പേരായിരിക്കും. ഒരു സമാധാനം കാണത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ ചതിക്കും, വിഷമിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൂല്യങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ അവരും നമ്മളുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? അവര് നമ്മളുമായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? അവര് കാശിനെ കാണുന്നു, അവര് സ്വത്തിനെ കാണുന്നു, നമ്മളും അതിനെ തന്നെയല്ലേ കാണുന്നു. ഇവിടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ധർമ്മമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം, അതാണ് ആദ്യം ഭക്തർക്ക് വേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ ജപിച്ചിട്ടും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ധർമ്മമൂല്യങ്ങൾക്കാണ് അവിടെ വില. അല്ലാതെ അവരെന്നെ പറ്റിക്കും, അവരെന്നെ ചതിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെയും ചതിക്കാൻ നടക്കുകയാണെങ്കിൽ പിന്നെ അവരും നമ്മളോട്ട് എന്താ വ്യത്യാസം? ഇത്രയും രാമായണം മുഴുവൻ കേട്ടിട്ട് രാമന്റെ അപ്പൂപ്പനല്ലേ ദുര്യോധനൻ? മാതാജി ദയവ് ചെയ്ത് ലൈവ് ഓഫ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും, അല്ലെങ്കിൽ ക്ഷമയോടെ ഇന്ന് കേൾക്കാൻ പഠിക്കും. ഇന്നത്തെ കാലമാണെങ്കിലും അന്നത്തെ കാലമാണെങ്കിലും എന്നും ധർമ്മത്തിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അല്ലാത്തവർ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്ത് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. അക്കൗണ്ടിൽ കുറെ കാശ് വരുന്നത്, കുറെ പ്രോപ്പർട്ടി വരുന്നത്, ഇതാണോ സമ്പത്ത്? ഭഗവാന്റെ മുമ്പിൽ, ഭഗവാന്റെ നോട്ടത്തിൽ നിങ്ങൾ ആരാണോ അതാണ് യഥാർത്ഥ വാല്യൂ, അതാണ് യഥാർത്ഥ സർട്ടിഫിക്കറ്റ്. ഭഗവാന്റെയും ഭക്തരുടെയും നോട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ ഉണ്ടോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ. വേറെ എന്ത് വാല്യൂ എടുത്തിട്ട് ഒരു പുല്ലും പ്രയോജനമില്ല, ഒരു ഉപയോഗമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയെടുത്താലും ഭഗവാന്റെ നോട്ടത്തിൽ നിങ്ങൾ വെറും തുച്ഛമാണെങ്കിൽ നിങ്ങൾ എന്തും തുച്ഛമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ വെറും തുച്ഛമായിട്ട് കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സ്വത്ത് വകൾ ഒന്നുമില്ല, ഒരു പുല്ലുമില്ല. പക്ഷേ ഭഗവാൻ നിങ്ങളെ വാല്യൂബിൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ. അല്ലാതെ നിങ്ങളുടെ ധർമ്മത്തെയും മൂല്യങ്ങളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തും ചെയ്ത് നേടിയെടുത്താലും ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾക്ക് പുല്ല് വിലയാണെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം?
ആരെ കാണിക്കാൻ വേണ്ടി? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി? എന്തിനു വേണ്ടി? എന്തുണ്ടാക്കാൻ വേണ്ടി? ഒരു പ്രയോജനമില്ല. ഇതാദ്യം മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. അല്ലാത്തവർ എല്ലാം കുറെ ജന്മങ്ങൾ ഇവിടെ കിടന്ന് പുഴുക്കളെ പോലെ ജീവിക്കുന്നു, തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കിയ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, പാണ്ഡവർ പോയ അതേ വഴികളിലൂടെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കും. അല്ലാത്തവർ ഇവിടെ തന്നെ കിടക്കും. കാരണം അവർക്കെന്നും വാല്യൂ ഇതൊക്കെ തന്നെയാണ്. അമൂല്യമായിട്ടുള്ള ആ ഗുരുവായൂരപ്പന്റെ വാല്യൂ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയ വ്യക്തികളാണ് പൂന്താനം നമ്പൂതിരിപ്പാടും കുറൂരമ്മയൊക്കെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും, അങ്ങനെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ. അതാണ് പാണ്ഡവർ പഠിപ്പിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് അന്നത്തെ കാലമാണെങ്കിൽ ഇന്നത്തെ കാലമാണെങ്കിൽ ദൈവം എൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുന്ന വേറൊരു മൂഡിലാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ശത്രുതയില്ല. അത്രത്തോളം ഇതൊരു കെട്ടുകഥയല്ല. അവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വ്യാസമഹർഷിയുടെ മഹാഭാരതമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആര് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പിന്നെ ഞാൻ ദുര്യോധനായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയരുത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ വാട്സപ്പിലോ ഗ്രൂപ്പിലോ ഇടുക. അന്നേരം എൻ്റെ വേറൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇപ്പൊ എൻ്റെ മുമ്പിൽ ദുര്യോധൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദുര്യോധനുള്ളതെല്ലാം നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് പല ഭക്തർക്കും അതിൻ്റെ അനുഭവമുണ്ട്. അല്ല, വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഒരു ശത്രുത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ടിൽ നിൽക്കുക. സോറി. കാരണം ഇതൊന്നും ചുമ്മാ കെട്ടുകഥകളല്ല എന്ന് ദൈവം ഇത് മനസ്സിലാക്കും. ഇതൊക്കെ ഒറിജിനലി നടന്നതാണ്. നമ്മൾ യുധിഷ്ഠിരന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എടാ തലക്കടിച്ച് കൊല്ലടാ ഇവനെ എന്ന് പറഞ്ഞ ഭീമനെ. ഇതാരും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യുധിഷ്ഠിരനല്ലാത്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് സംസാര സാഗരത്തിൽ. ജനിച്ച് മരിച്ച്, ജനിച്ച് മരിച്ച്, ജനിച്ച് മരിച്ച്. ഓക്കെ, ഇനി വീണ്ടും അതിലോട്ട് കിടക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് ദുര്യോധന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരണം. അതുകൊണ്ട് ദൈവം ടോപ്പിക് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരും. അന്നേരം വീണ്ടും യുധിഷ്ഠിരനെ വിഷമിപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടോ ആവോ നിന്റെ ഇനിയും പന്തം വെക്കാൻ എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, ശകുനി, നിനക്ക് എന്റെ സ്വത്തുവകളെ കുറിച്ച് അറിയത്തില്ല. കോടാനുകോടി സ്വത്തുകൾ ഇനിയും എനിക്കുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പം വെക്കുവാണെന്ന് പറഞ്ഞു. നോക്കണേ. ഹരേ കൃഷ്ണ. ഉടൻ തന്നെ ശകുനി സന്തോഷിച്ചിരിക്കുക. വീണ് നീ എന്റെ വലയിൽ വീണടാ, നിന്റെ കാര്യം ഒരു തീരുമാനമേടാ എന്നിങ്ങനെ സന്തോഷിച്ചിരിക്കുക. എന്നിട്ട് ഒരു സംഖ്യ പറഞ്ഞു. നമ്മൾ വീണ്ടും ജയിച്ചു മോനെ ദുര്യോധന, നമ്മൾ വീണ്ടും ജയിച്ചടാന്ന് പറഞ്ഞു. യുധിഷ്ഠിരനാണെങ്കിൽ ഒരു ബാധ കയറിയതുപോലെ വീണ്ടും വീണ്ടും ഓരോന്നും ഇട്ടുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും തോറ്റു എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ രാജ്യം നഷ്ടപ്പെട്ടു. എന്നിട്ട് ശകുനി പറഞ്ഞു, യുധിഷ്ഠിര വലിയ ചക്രവർത്തി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. യുധിഷ്ഠിര തല ഇങ്ങനെ കുനിച്ചിരിക്കുന്നു. ദേഹം മുഴുവൻ ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആള് വിചാരിച്ചു, ഇനി എന്തായാലും കളി തോറ്റ്, ഇനി നിർത്തിയേ പറ്റൂ. കൃഷ്ണനെ കുറിച്ച് ആലോചിച്ചു. കൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതി എനിക്ക് വരത്തില്ലായിരുന്നല്ലോ. യുധിഷ്ഠിരൻ ചിന്തിക്കാം. കൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയ. പക്ഷേ അദ്ദേഹം എല്ലാം കാണുന്നുണ്ടല്ലോ. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്ത് നഷ്ടപ്പെട്ടാലും എന്റെ തല അദ്ദേഹം കുനിക്കത്തില്ല. ഹരേ കൃഷ്ണ. എന്നിട്ട് യുധിഷ്ഠിരൻ ചിന്തിക്കുക, എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ ഭഗവാനെ.
അങ്ങനെ ആ സഭയിലുള്ള ഫുൾ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരൻ നകുലൻ, അതീവ സുന്ദരൻ, ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള എൻ്റെ അനുജൻ, ഇവനായിരിക്കും എൻ്റെ അടുത്ത പന്തം. എല്ലാവരും ഞെട്ടി. നമ്മൾ വിചാരിക്കും എന്താണ് യുധിഷ്ഠിരന് പറ്റിയെന്ന്. പക്ഷെ യുധിഷ്ഠിരന് ആകെ ഭ്രാന്തി പിടിച്ചു. ഭഗവാനോട് എന്ത് പറയുന്നതാണ് ചിന്ത. നകുലൻ ഭാഗ്യവാനാണ്, അതുകൊണ്ട് നകുലിനെ വെച്ചിട്ടെങ്കിലും എല്ലാം തിരിച്ചു പിടിക്കാമെന്നാണ് പാവത്തിന്റെ ചിന്ത. ഹരേ കൃഷ്ണ. ഇതേപോലെയാണ് നമ്മൾ പെട്ടുപോകുന്നില്ല, നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോകും. നിമിഷങ്ങൾക്കകം ശകുനി പറഞ്ഞു, നമ്മൾ ജയിച്ചു, നകുലൻ ഇന്നു മുതൽ നമ്മുടെ അടിമ. യുധിഷ്ഠിരന് ശ്വാസം പോയി. അടുത്തിരിക്കുന്ന ഭീമനോ അർജുനും എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. യുധിഷ്ഠിരൻ ഉടനെ പറഞ്ഞു, സഹദേവൻ, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, നമ്മൾ 4 പേരെക്കാട്ടിയും എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ അനുജൻ, അവനെയും പന്തയത്തിൽ വെക്കാനുള്ള ഒരു വസ്തുവല്ല, പക്ഷേ അവനും എനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അവനെ ഞാൻ പന്തയം വെക്കുന്നു. നമ്മള് സഹദേവനെ ജയിച്ചു. എന്നിട്ടും ശകുനിക്ക് തൃപ്തിയായില്ല. ശകുനി യുധിഷ്ഠിരനോട് പറഞ്ഞു, ഭീമനും അർജുനും അങ്ങേക്ക് വലിയ പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടല്ലേ മറ്റൊരു അമ്മയുടെ മക്കളായ 2 പേരെ ആദ്യമേ പന്തയം വെച്ചത്. ഉടൻ തന്നെ യുധിഷ്ഠിരൻ, എടാ നീച്ച, നിനക്ക് മതിയായില്ലേ? എനിക്ക് ഈ 4 പേരും ഒരേപോലെയാണ്, എന്റെ ശ്വാസത്തെക്കാട്ടിയും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ നീ നമ്മുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുന്നു. ഞാൻ ഇതാ ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനെ വെക്കുന്നു പന്തയത്തിൽ എന്ന് പറഞ്ഞു. ഉള്ളില് യുധിഷ്ഠിരൻ പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ, അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് ഞാൻ പന്തയം വെച്ചിരിക്കുന്നത്. ഇവനിലൂടെയെങ്കിലും എല്ലാം തിരിച്ചു തരണേ കൃഷ്ണ. അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് അർജുൻ. അങ്ങയോടൊരു വാക്ക് ചോദിക്കാതെയാണ് ഞാൻ അർജുനെ പന്തയം വെച്ചത്. പക്ഷെ എല്ലാ ആപത്തുഘട്ടത്തിൽ നിന്നും അർജുൻ എങ്ങനെയാണോ നമ്മളെ കരകയറ്റിയത്, അർജുൻ ഉണ്ടായതുകൊണ്ടാണ് അങ്ങ് നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ഇപ്രാവശ്യമെങ്കിലും കൃഷ്ണ എന്നെ അങ്ങ് രക്ഷിക്കത്തില്ലേ? ശകുനി വീണ്ടും അട്ടഹസിച്ചു, അർജുനൻ ഇന്നു മുതൽ നമ്മുടെ അടിമ. ഹരേ കൃഷ്ണ. എന്നിട്ട് ശകുനി പറഞ്ഞു, ഇനി ഭീമനുണ്ടല്ലോ, ഭീമനെ വെക്കൂ. ചിലപ്പോ ഭീമനിലൂടെ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയാലോ. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരൻ വിചാരിച്ചു, ഇനി ഭീമൻ മാത്രമേ ഇരിക്കുള്ളൂ. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മൾ 5 പേരിലും ഏറ്റവും സർവശക്തൻ, ഇവൻ യുദ്ധകളത്തിൽ ഇറങ്ങിയ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ഭയപ്പെടും. സിംഹത്തെ പോലെ ഉറച്ച ശരീരമുള്ള എന്റെ ഭീമനെ ഞാൻ ഇതാ പന്തയം വയ്ക്കുന്നു. ഭീമൻ അന്നേരം രൂക്ഷമായിട്ട് ദുര്യോധനെ നോക്കുകയായിരുന്നു. ഭീമന് ദുര്യോധനെ
പച്ചയ്ക്ക് തിന്നാൻ തോന്നുകയാണ്, പച്ചയ്ക്ക് കടിച്ചു പറിച്ച് തിന്നാൻ തോന്നുകയാണ്. വീണ്ടും പകിട വീണു. ശകുനി പറഞ്ഞു, ഭീമൻ ഭീമൻ നമ്മുടെ അടിമയാണ് മോനെ ദുര്യോധന. ഇനിയും എന്തെങ്കിലും ഉണ്ടോ ആവോ അങ്ങേക്ക് പന്തയം വെക്കാൻ? യുധിഷ്ഠിരൻ ശകുനി എടുത്ത് ചോദിച്ചു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നെ നീ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അടിമയെ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. വീണ്ടും പകിടയറിഞ്ഞു. യുധിഷ്ഠിരൻ നമ്മുടെ അടിമ, യുധിഷ്ഠിര അടിമ എന്ന് പറഞ്ഞിട്ട് ശകുനി പറഞ്ഞു, കണ്ടില്ലേ ഞാൻ ഓരോന്നോരോന്നായിട്ട് പാണ്ഡവരെ എങ്ങനെ തോൽപ്പിച്ചു എന്ന് കണ്ടില്ലേ രാജാക്കന്മാരെ? ഇനി ഞാനാണ് ഇവിടുത്തെ അധികാരി. എന്റെ മോൻ ദുര്യോധൻ, മരുമോൻ ദുര്യോധനാണ് ഇവിടുത്തെ ചക്രവർത്തി. പാണ്ഡവർക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ അധികാരം എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും അവന് മതിയായില്ല. ശകുനി പറഞ്ഞു, യുധിഷ്ഠിര, എല്ലാം നീ നഷ്ടപ്പെട്ടു, എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു അല്ലേ? എന്താ ഇപ്പൊ? വലിയ ചക്രവർത്തിയായിരുന്നു, വലിയ സിംഹാസനത്തിലേക്ക് ഇരിക്കുകയായിരുന്നു, ഇപ്പൊ എന്തായി? വലിയ ചക്രവർത്തിയായിരുന്നു, നീ നിന്നെ പോലും നഷ്ടപ്പെടുത്തി. പക്ഷേ നിന്റെ കയ്യിൽ ഇപ്പൊ ഒരു വസ്തു ഉണ്ട് കേട്ടോ. ദ്രൗപദി. ഉടനെ 4 പേർ, ശകുനി എഴുന്നേറ്റ് ഭീമനും അർജുനും നകുലും സഹദേവനും ഒക്കെ, മിണ്ടായിരിക്കും ദുര്യോധന പറ, മിണ്ടായിരിക്കും, നിങ്ങളെല്ലാം അടിമകളാണ്, മിണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് അവിടെ പറയാൻ? പറയൂ മാമാശ്രീ. ശകുനി പറഞ്ഞു, യുധിഷ്ഠിര, അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ് നിന്റെ കയ്യിലുള്ളത്. ഒരു പക്ഷേ ആ നിധിയിലൂടെ നീ എല്ലാം തിരിച്ചു പിടിച്ചടക്കിയാലോ? പക്ഷേ അവൾ അത്ര വിലയുള്ള വസ്തു അല്ലല്ലേ? യുധിഷ്ഠിരന് കാലിന്നൊരു ദേഷ്യം കൊടുക്കുന്നു. അത് എങ്ങനെ ശകുനി ഇങ്ങനെ? അതായത് സത്യം പറഞ്ഞാൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ശകുനിയെ വെട്ടി നുറുക്കാൻ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നുമല്ല. ഇനി നിങ്ങൾ മുന്നോട്ട് കേൾക്കാൻ പോകുന്ന വചനങ്ങൾ കർണന്റെ വായിൽ നിന്ന് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ കർണന് പട്ടിയുടെ വിലയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. എനിക്കറിയാം, സത്യം, പട്ടിയുടെ വിലയായിരിക്കും കൊടുക്കുന്നത്. ഒരിക്കലും കർണനെ പിന്നെ നിങ്ങൾക്ക് ഹീറോ ആയിട്ട്, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയ മഹാഭാരതമല്ല, വ്യാസമഹർഷി പറഞ്ഞ മഹാഭാരതമാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ആരെയും പൊക്കാറുമില്ല, താഴ്ത്താറുമില്ല. നടന്ന സംഭവങ്ങൾ അതേപോലെ പറയുകയാണ്. ശകുനി പറഞ്ഞു, ദ്രൗപദി അത്ര വിലയുള്ള വസ്തുവൊന്നും അല്ലല്ലോ. യുധിഷ്ഠിരന് ദേഷ്യം വന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദി മാത്രമേ എനിക്കിനിയുള്ളൂ, ദ്രൗപദിയിലൂടെ മാത്രമേ ഇനി ഒരു ലക്ഷ്യമുള്ളൂ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവൾ അധികം ഉയരവുമില്ല, കുറവുമല്ല പൊക്കം, അതീവ സുന്ദരി, നല്ല അതീവ സുന്ദരമായിട്ടുള്ള മുടിയുള്ളവൾ, അതീവ സുന്ദരമായിട്ടുള്ള കണ്ണ്. ഇതൊക്കെ പറയുമ്പോൾ യുധിഷ്ഠിരന്റെ കണ്ണീനിങ്ങനെ രക്തം വീഴുന്നത് പോലെ കണ്ണീര് വീഴുകയാണ്. ആ ശകുനി ദ്രൗപദിയുടെ ദേഹത്തു നിന്നും എപ്പോഴും ഒരു മുല്ലമുട്ടിന്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സാക്ഷാൽ ഭഗവതിയെ പോലെ സൗന്ദര്യമുള്ളവർ ഏറ്റവും അവസാനം ഉറങ്ങും, പക്ഷെ ഏറ്റവും എല്ലാരെക്കാട്ടിയും ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന ഏറ്റവും പതിവ്രതയായ നാരീരത്നം. ആരും ആഗ്രഹിച്ചു പോകും ആ നാരീരത്നത്തെ. അത്രയ്ക്ക് സദ്ഗുണ സമ്പന്നയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ദ്രൗപദിയെ
ഞാൻ വെക്കുന്നത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്കെല്ലാം ദേഷ്യം വന്നു, ഭയമായി. കണ്ടുകൊണ്ടിരുന്ന രാജാക്കന്മാരെല്ലാം പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, അതൊരിക്കലും ചെയ്യരുത്. എല്ലാരും പറഞ്ഞു. ഭീഷ്മരും ദ്രോണരും കൃപാചാര്യരും എല്ലാം കരയാൻ തുടങ്ങി. വിതുരരാണെങ്കിൽ ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ വൃത്തികെട്ട നായ ധൃതരാഷ്ട്രൻ പറയുക, എന്തായി, ദ്രൗപദി ജയിച്ചോ? എന്റെ മോൻ ദ്രൗപദി ജയിച്ചോ? ഹരേ കൃഷ്ണ. എന്താ ചെയ്യല്ലേ? എന്താ ചെയ്യ? ശകുനി പകിടെറിഞ്ഞു, ദ്രൗപദി നമ്മുടെ സ്വന്തം ദുര്യോധന, ദ്രൗപദി നമ്മുടേതായി. ഇത്രയും നേരം മിണ്ടാതിരുന്ന കർണൻ ചിരിച്ചു. രണ്ടുപേരും തുടയിലടിച്ചു. ദ്രൗപദി നമ്മുടേതായി കൂട്ടുകാരാ, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദുര്യോധൻ ഒരു നാണവും ഇല്ലാതെ വിതുരരോട് പറയുക, ആ വിതുരരെ വേഗം ചെല്ലു. എന്നിട്ട് കൊച്ചച്ഛനാണ്, എത്രയും പെട്ടെന്ന് ആ പാണ്ഡവരുടെ ഭാര്യ ശീലാവതിയെ വിളിച്ചോണ്ട് വാ, എത്രയും പെട്ടെന്ന്, അവളുടെ അഹങ്കാരമൊക്കെ ഇന്ന് തീർക്കണം എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചു വരുത്തു. എന്നിട്ട് ഈ സഭാമന്ദിരം മുഴുവൻ തൂക്കാൻ പറയുന്നു. ഇനി മുതൽ ഇവിടെയുള്ള തോഴിമാരുടെ കൂട്ടത്തിൽ ജീവിച്ചാൽ മതി അവൾ എന്ന് പറഞ്ഞു. എന്നിട്ട് വിതുര പറഞ്ഞു, എടാ നാണം കെട്ട കീടമേ, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? നിനക്ക് അമ്മയും പെങ്ങളെ ഒന്നും തിരിച്ചറിയുന്നില്ലല്ലേ? നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സിംഹത്തിനെയാണ് ഈ 5 സിംഹങ്ങളും കടിച്ചു കീറി കഴിഞ്ഞാൽ നീ ജീവനോടെ ബാക്കി കാണത്തില്ല. അവരെ കൂടുതൽ കൂടുതൽ നീ ഇങ്ങനെ വേദനിപ്പിച്ച് യമനെ വിളിക്കരുതെന്ന് പറഞ്ഞു. അതുകൂടാതെ ദ്രൗപദി ഒരിക്കലും ദാസിയാകാൻ കഴിയില്ല. കാരണം ദ്രൗപദി ദാസിയാകുന്നതിന് മുമ്പേ യുധിഷ്ഠിരൻ ദാസനായി. യുധിഷ്ഠിരൻ സ്വയത്തെ നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് ദ്രൗപദിയെ, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയെ എങ്ങനെയാണ് അവിടെ പന്തയം വയ്ക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഒരിക്കലും ദ്രൗപദിയെ അവിടെ വെച്ചിട്ടില്ല പന്തയത്തിൽ, അത് അധർമ്മമാണെന്ന് പറഞ്ഞു. എന്നിട്ടും ആ കണ്ണുപൊട്ടൻ ധൃതരാഷ്ട്രരോട് വിതുരർ യാചിച്ചു, ഇനിയെങ്കിലും നിങ്ങളുടെ ഈ മകനെ ഒന്ന് നിർത്തിക്കൂടെ രാജാവേ? നീച വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ. ഇങ്ങനെയുള്ള അധർമ്മ വചനങ്ങൾ ആ ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവർക്കെതിരെ എന്തിനാണ് ഇവൻ സംസാരിക്കുന്നത്? ഇവൻ എത്രയും വൈരാഗ്യം എന്തുകൊണ്ട്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ കാരണം ഈ കുലം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നിങ്ങൾ? നിങ്ങൾക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ലേ? നിങ്ങൾക്ക് ചെവിയും കേൾക്കത്തില്ലേ ധൃതരാഷ്ട്ര എന്ന് ചോദിച്ചു. എന്നിട്ടും ആൾ ഒരു വാക്കുമില്ല. ദുര്യോധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ മിണ്ടായിരിക്കണം. എന്നിട്ട് നേരെ അവിടെയുള്ള പ്രതിഗമനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രതിഗമ, എത്രയും പെട്ടെന്ന് ദ്രൗപദിയെ വിളിച്ചോണ്ട് വരൂ ഇവിടെ. നിനക്ക് പാണ്ഡവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവന്മാരിപ്പം ദാസനാണ്. പിന്നെ ഈ കിളവൻ വിതുര എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതെല്ലാം കേട്ടിട്ടും പാണ്ഡവർക്ക് ഒന്നും മിണ്ടാതെ നിസ്സഹായ അവസ്ഥയിൽ തലകുനിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ധൃതരാഷ്ട്രരിയ്ക്കുന്നു, ഭീഷ്മരിയ്ക്കുന്നു, ദ്രോണരിയ്ക്കുന്നു. ഇവരെല്ലാം ബിംബത്തെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ ഭീഷ്മരോട് എനിക്ക് എപ്പോഴും ഒരുപാട് ബഹുമാനം. ശരിയാണ്, സത്യം ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും ഭീഷ്മരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം വില്ലെടുത്ത് സത്യം പറയാൻ തല്ലി ഒടിച്ച് കൊല്ലണമായിരുന്നു ദുര്യോധനൻ. അതിന്റെ പേരിൽ എന്ത് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ശരശയ്യയിൽ കിടത്തി ഭഗവാൻ. ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് ഭീഷ്മർ. കാരണം ഏറ്റവും കൂടുതൽ ധർമ്മം, ന്യായം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി കിടത്തി ഭഗവാൻ.
ശരങ്ങളുടെ ശയ്യയിൽ കിടത്തി ഭഗവാൻ. ഭീഷ്മരെ വലിയ ന്യായം ധർമ്മമൊക്കെ പറഞ്ഞ വ്യക്തിയല്ലേ? എന്തായിപ്പം? അതാണ് ഭഗവാന്റെ ന്യായം. ശരശയ്യയിൽ കിടത്തി. ദ്രോണാചാര്യർ ഇത്രയും വലിയ ധർമ്മം ന്യായം പറയുന്ന ആള്, മകനോടുള്ള സ്നേഹം കാരണം എന്തും ചെയ്യാനായി. ആ മകൻ ചത്തു എന്ന വാർത്ത കേട്ടിട്ട് തന്നെ നിസ്സഹായ അവസ്ഥയിൽ തലയർത്ത് കൊന്നു എന്നുള്ളത്. അതാണ് ഭഗവാന്റെ ന്യായം. ഭഗവാൻ ഒരിക്കലും ന്യായം കുറയ്ക്കത്തുമില്ല കൂട്ടത്തുമില്ല, കറക്റ്റ് അളവിന് കൊടുക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും പണി കിട്ടി. ധൃതരാഷ്ട്രയുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങേർക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സഞ്ജയനെ കൊണ്ട് കേൾപ്പിച്ചു. കേൾക്കൂ ധൃതരാഷ്ട്ര, ദ്രൗപദിയുടെ കരച്ചിൽ നീ കേട്ടില്ലല്ലേ? നിന്റെ 100 മക്കളും മരിക്കുന്ന നീ കേൾക്കൂ. ഇഞ്ചിഞ്ചായിട്ട് ഭീമൻ അവരെ നോവിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് നീ കേൾക്കൂ. എന്താണോ ചെയ്തത് അത് തന്നെ തിരിച്ചു. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് ഭക്തര് പറഞ്ഞില്ലേ, ധർമ്മിഷ്ഠനായിട്ടൊന്നും കാര്യമില്ല. അതിന്റെ വാല്യൂ ഇതുവരെ മനസ്സിലാക്കാത്ത വ്യക്തികൾ അങ്ങനെ പറയും. നമ്മൾ ധർമ്മത്തിലും ന്യായത്തിലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് എവിടം വരെ പോകുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ അത് കൺമുന്നിൽ കണ്ടില്ലെങ്കിലും, നിങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം കണ്ണുപൊട്ടനല്ല, അദ്ദേഹത്തിന് ചെവി കേൾക്കത്തില്ല എന്നല്ല, അദ്ദേഹത്തിന് ബുദ്ധിയില്ല എന്നല്ല. എവിടം വരെ ഓടും? ഈ ലോകത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയോ? ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ അത് കാണുന്നില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലും അധർമ്മം ഉണ്ടെന്നാണ്. ധർമ്മത്തിലും ന്യായത്തിലും വിശ്വസിക്കണം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ അൾട്ടിമേറ്റ് ജഡ്ജ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ്. ഈ ലോകത്തിൽ നിന്നും ഏത് കോടതിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാം. പക്ഷെ ഗുരുവായൂരപ്പന്റെ കോടതിയിൽ നിന്ന് ഒരുത്തന് പോലും രക്ഷപ്പെടാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ ന്യായാധിപൻ, പരമോന്നത ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ്. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാൻ കഴിയില്ല. എവിടം വരെ പോവും? എവിടം വരെ പോവും? കൂടി വന്ന ഒരു ജന്മം രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ അടുത്ത ജന്മത്തിൽ ഭഗവാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താലുണ്ടല്ലോ, മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ഞ എല്ലാം വരയ്ക്കും. വേദന കൊണ്ട് പെടയേണ്ടി വരും, ഇവിടെ അല്ലെങ്കിൽ നരകലോകത്തിൽ. അന്നേരം നമ്മൾ പറയും, ഈ ജന്മത്തിൽ അതൊന്നും അനുഭവിക്കും. ഈ ജന്മത്തിലാണെങ്കിലും ഏത് ജന്മത്തിലാണെങ്കിലും അനുഭവിക്കുന്നവർക്കേ അറിയൂ അവർ അനുഭവിക്കുന്ന വേദന എന്താണ്. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അവരിത് ചെയ്യും ചതി ചെയ്യും, അതല്ല എൻ്റെ വിശ്വാസം. ആ ഗുരുവായൂരപ്പല്ല, അദ്ദേഹത്തെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എനിക്ക്. ഞാൻ വെറുതെ ഇവിടെ SP അടിക്കുന്നില്ല, സ്വയം പുകഴ്ത്തുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളുണ്ട്. കുറേ ആൾക്കാർ കൂട്ടത്തിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ട്. അന്നേരമെല്ലാം ഞാൻ പൊട്ടനായതല്ല, പൊട്ടനെ പോലെ അഭിനയിക്കുകയാണ്. എന്തുകൊണ്ട്? എനിക്ക് ആ ഈശ്വരനിൽ വിശ്വാസം. അവരെന്നെ പറ്റിക്കും എന്ന് പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയില്ല. എനിക്കതിൽ താല്പര്യമില്ല. കാരണം എന്താ? എനിക്ക് എപ്പോഴും മറ്റുള്ളവരെന്നെ പറ്റിക്കോ, ഇവരെന്നെ പറ്റിക്കോ, വേറെ ജോലിയില്ലേ. ഞാൻ ധർമ്മത്തെ മാത്രം നോക്കിയ, ഞാൻ ആരെയും പറ്റിക്കാതിരുന്നാൽ മതി. ഞാൻ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എൻ്റെ ധർമ്മത്തെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറ്റിക്കുകയില്ലയോ അത് അവരുടെ വിഷയമാണ്. ആരെന്ത് ചെയ്താലും ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ദാറ്റ്സ് ദെയർ ബിസിനസ്. ഞാൻ എൻ്റെ ബിസിനസ് നോക്കുക, അവരവരുടെ ബിസിനസ്. എൻ്റെ ബിസിനസ് എന്തുവാ? ഞാൻ ആസ് എ സന്യാസി ഞാൻ എൻ്റെ ധർമ്മം പാലിക്കുക. മറ്റുള്ളവർ പറ്റിച്ചാൽ ദാറ്റ്സ് ദെയർ പ്രോബ്ലം. ഈ ലോകത്തിൽ നിന്നും ആർക്കും അദ്ദേഹത്തിൻ്റെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി അദ്ദേഹം അവരെ വെറുതെ വിട്ടാലും അത് അദ്ദേഹം തീരുമാനിച്ചാലേ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, 100% ഹാപ്പിയാണ്.
അദ്ദേഹം ശിക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്താലും എനിക്കതൊരു വിഷയമേ അല്ല. എനിക്കെന്താ ഇമ്പോർട്ടൻ്റ്? എൻ്റെ ഗുരുവായൂരപ്പൻ. ദാറ്റ് ഈസ് മൈ ഓൺലി ഫോക്കസ്. അദ്ദേഹം എൻ്റെ ആക്ഷൻസിൽ ഹാപ്പിയാണോ അത് മാത്രം നോക്കിയാൽ മതി. ആരെന്നെ പറ്റിച്ചാൽ എന്ത്, എനിക്കെന്ത് നഷ്ടം? എനിക്കെന്ത് നഷ്ടം? കാരണം ഞാൻ അതിനെ ഒന്നുമല്ല മൂല്യമായിട്ട് കാണുന്നത്. എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് കൃഷ്ണനാണ്. അർജുന് നാരായണ സേനയല്ല വേണ്ടത്, നാരായണനെയാണ് വേണ്ടത്. എനിക്കും എൻ്റെ ഗുരുവായൂരപ്പനെയാണ് വേണ്ടത്. എനിക്ക് കാശ്, പേര്, പ്രശസ്തി ഒരു പുല്ലും വേണ്ട. ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാം ജഗദീശ കാമയേ മമ ജന്മനി ജന്മനി ഈശ്വരേ ഭവതാത് ഭക്തിരഹിത. മറ്റുള്ളവർ എന്തോ പറഞ്ഞ ചതിവിലൂടെ വഞ്ചനയിലൂടെ എന്ത് നേടിയെടുത്താൽ എന്ത്, നേടിയെടുത്തില്ല എന്ത്, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം കൃഷ്ണ. സോ മൈ ആക്ഷൻസ് വിൽ ഓൾവേസ് ബി ടു പ്ലീസ് ഹിം. അദ്ദേഹം തൃപ്തനാണോ അല്ലയോ അതാണ് എന്നെ. അദ്ദേഹം തൃപ്തനാണെങ്കിൽ എനിക്ക് പിന്നെ വെപ്രാളമാണ്, എനിക്ക് പിന്നെ ഇരിക്കപ്പുറം. ഈ ലോകം മുഴുവൻ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമുണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. എന്നെ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയും. ഞാൻ ഇത് സ്വയം പുകഴ്ത്തുന്നതല്ല, അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാം. വേറെ ഒന്നും ഈ ലോകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല. കൃഷ്ണ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൺലി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഈ ലോകത്ത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടാലും ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അതൊന്നും ഒരു വിഷയമല്ല. ഭഗവാൻ കൃഷ്ണൻ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അദ്ദേഹം നമ്മളിൽ എന്താണ് കാണുന്നത്, അദ്ദേഹം നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹം എത്രത്തോളം വില നമ്മളെ കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളെ അങ്ങനെ പൊക്കണമെന്നൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഭക്തരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും വലിയ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്കും ഒരു ചെറിയ സ്ഥാനം, അത് മാത്രമാണ് നമ്മൾ. അല്ലാതെ ഈ ലോകത്തിൽ ആര് നമ്മളെ ശ്രദ്ധിക്കുന്നോ ആര് ശ്രദ്ധിക്കുന്നില്ല, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് വേണ്ടത് ഗുരുവായൂരപ്പൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥാനം. നമ്മളെപ്പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മുടെ ഭക്തിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ മതി. അല്ലാതെ വേറൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു ജന്മത്തിൽ അത് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? അത്രത്തോളം ഇഷ്ടമാണ് നമുക്ക് അദ്ദേഹത്തെ. അത്രത്തോളം കാരുണ്യം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ചോദിക്കാതെ തന്നെ അദ്ദേഹം എല്ലാം വാരിക്കോരി നമ്മുടെ ജീവിതത്തിൽ നൽകിയാണ്. ആ പരമോന്നത ഗുരുവായൂരപ്പന് വേണ്ടി നമുക്ക് ഈ ഒരു ജന്മമെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മനുഷ്യരാണ്, എന്ത് ഭക്തരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വലിയ ത്യാഗിയോ സന്യാസിയോ ആകുന്നതല്ല. ഗുരുവായൂരപ്പിൽ നിന്ന് അത്രത്തോളം കാരുണ്യം അടിയന് ലഭിച്ചിരിക്കുന്നു. അത്രത്തോളം കടപ്പാടും കൃതജ്ഞതയും എനിക്കുണ്ട്. അതുകൊണ്ട് വേറൊന്നും എനിക്ക് കാണാൻ കഴിയില്ല, വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ആര് പറ്റിക്കുന്നോ പറ്റിക്കുന്നില്ല അതൊന്നും എനിക്ക് കാണാൻ താല്പര്യമില്ല. ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിഷയം. അതൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് സമയമില്ല. അത് ചിന്തിച്ച് എൻ്റെ സമയം പാഴാക്കി കളയാൻ എനിക്ക് താല്പര്യമില്ല. അവർക്ക് എന്താ വേണ്ടുന്നത് എല്ലാം എടുത്തോട്ടെ. പക്ഷെ എനിക്ക് വേണ്ടത് ഒരേ ഒരാൾ,
അത് എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിരിക്കണം. എത്രത്തോളം കാലം അത് വ്യക്തമാണോ അത്രത്തോളം ഞാൻ സേഫാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെ പാണ്ഡവരെല്ലാവരും തലകുനിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ശ്രീരാം പ്രഭു, അങ്ങനെ പാണ്ഡവരെല്ലാം തലകുനിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് ആള് ചിന്തിക്കുകയാണ്, എൻ്റെ ഈ ഒരു ചൂതുകളിയിലൂടെ ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പാവം ദ്രൗപദിയും ഇവർ അപമാനിക്കാൻ നോക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിതുരർ ഒഴികെ ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ധൃതരാഷ്ട്രമൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? യുധിഷ്ഠിരൻ ചിന്തിച്ചു, ഞാൻ ഒരിക്കലും മുതിർന്നവർ പറയുന്നതിനെതിരെ പോയിട്ടില്ല. ഞാൻ എപ്പോഴും അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടേ ഉള്ളൂ. ഇത് തീർച്ചയായിട്ടും ഭഗവാന്റെ എന്തെയോ തീരുമാനമാണ് എന്ന് യുധിഷ്ഠിരൻ ഇങ്ങനെ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദുര്യോധനെ ദ്രൗപദിയെ അപമാനിക്കുന്നതിൽ നിന്നും തടയാൻ ആഗ്രഹമുണ്ടായിരുന്നു മറ്റു സഹോദരന്മാർക്ക്. പക്ഷേ നിസ്സഹായ അവസ്ഥയിൽ അവരെല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നാളെ ഏറ്റവും വിഷമാവസ്ഥ. ദ്രൗപദിയെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ആ കൗരവസഭയിൽ വലിച്ച് തറയിലൂടെ വലിച്ചഴച്ചിങ്ങനെ കൊണ്ടുവരിക. ഒരു മൃഗത്തിനോട് പോലും ആരും ഇത്ര ക്രൂരത കാണിക്കത്തില്ല. അത് സത്യം പറഞ്ഞാൽ ഇന്ന് പറയാനുള്ള ശക്തി എനിക്കില്ല. ഇനി ഓടിച്ചു പറഞ്ഞാലും അത് ദ്രൗപദി ദേവി അനുഭവിച്ച കേൾക്കാമോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഹരേ കൃഷ്ണ. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കാം. ഓക്കെ. അന്നേരം ദ്രൗപദി ദേവി അനുഭവിച്ച ആ വിഷമ അവസ്ഥകളെ ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൗപദി ദേവി അനുഭവിച്ച ആ വേദനകളോട് ഞാൻ ന്യായം ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശദീകരിച്ച് നമ്മൾ നാളെ കേൾക്കാം. ഇന്ന് നമ്മൾ കരഞ്ഞ് വിഷമിച്ചതിനെ കാട്ടി നാളത്തെ സംഭവം ആരെയും ഒരുപാട് വിഷമിപ്പിക്കും. അത് കേട്ടിരിക്കാൻ ചിലപ്പോൾ നമുക്ക് ശക്തി ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ കേൾക്കണം. അനീതി അന്യായത്തിൻ്റെ മുമ്പേ നമ്മൾ കണ്ണടയ്ക്കുകയോ ചെവി പൊത്തുകയോ അല്ല ചെയ്യേണ്ടത്. ദ്രൗപദി ദേവി അനുഭവിച്ച ആ വേദനകൾ എന്താണ് നമ്മൾ പഠിക്കണം. പാണ്ഡവർ അനുഭവിച്ച വേദന എന്താണ് നമ്മൾ പഠിക്കണം. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഇത്രയും കാലം ഭഗവാനോട് പരാതികൾ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു. പരാതികളും പരിഭവങ്ങളും, ഭഗവാൻ എന്തുകൊണ്ട് ഇത് തരുന്നില്ല അത് തരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഇത് ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും മിണ്ടാൻ തോന്നത്തില്ല. ഗുരുവായൂരപ്പൻ മഹാഭാരതി പറയുന്നു, വ്യാസമഹർഷി
ആ പാവം ദ്രൗപദിയെ ഒറ്റ വസ്ത്രത്തിൽ നിൽക്കുകയാണ്. ദ്രൗപദി ദേവിയുടെ മുഖം സൂര്യൻ പോലും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ബഹുമാന്യായിട്ടുള്ള ദ്രൗപദി ദേവിയെ ഒരു മൃഗത്തേക്ക് പോലെ കൊണ്ട് വലിച്ചെറിയുകയാണ്. ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഇത്രയും ബഹുമാന്യായിട്ടുള്ളൊരു സ്ത്രീയെ, ഹോമാഗ്നിയിൽ നിന്ന് വന്ന യാജ്ഞസൈനിയെ ഒരു ദയം ദാക്ഷിണ്യമില്ലാതെ കൊണ്ടെറിയുകയാണ്. ആ പാവം പെടഞ്ഞു പെടഞ്ഞ് കരയുകയാണ്. അവിടെ ഉള്ള ഒരുത്തൻ പോലും ഒരു ദയ കാണിച്ചില്ലെന്നുള്ള. ദ്രൗപദി ദേവി പീരിയഡ്സിൻ്റെ ടൈമിലാണ്. പൊതുവെ ആചാരപ്രകാരം സ്ത്രീകളെ അശുദ്ധയായിട്ട് കാണുന്നതല്ല, ഒരു സിസ്റ്റമാണ്. കാരണം അവർക്ക് അത്രയും ഒരു വിഷമാവസ്ഥയിലിരിക്കുമ്പോൾ വെറുതെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഒരു മുതിർന്ന വ്യക്തികളുടെ മുമ്പിൽ വരേണ്ട, നമസ്കരിക്കേണ്ടി വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരെ അന്തഃപുരിയിൽ തന്നെ ഇരുത്തുകയാണ്. പക്ഷെ ആ അവസ്ഥയിൽ വലിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, ആ സമയത്ത് ഗാന്ധാരി എവിടെ പോയത്? ഗാന്ധാരിക്കെങ്കിലും വന്നിട്ട് ഒന്ന് പറയാമായിരുന്നു, ദുര്യോധനെ തടയാമായിരുന്നു. പിന്നെ ഞാനത് മഹാഭാരതത്തിൽ പലയിടത്തും ശ്രദ്ധിച്ചു. ഗാന്ധാരിക്ക് അറിയുന്നതായിട്ടൊക്കെ പറയുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഗാന്ധാരിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. എല്ലാവരും അവരവരുടെ മര്യാദയിൽ ഒതുങ്ങിയിരുന്നു. ദ്രൗപദി ദേവിയെ വലിച്ചിങ്ങനെ തറയിലൂടെ വലിച്ചു വലിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുവരും, മുടി പിടിച്ചു. ഹരേ കൃഷ്ണ. ആ സമയത്ത് ദേഹത്തിൽ നിന്ന് രക്തമൊക്കെ താഴെ വീഴുകയാണ്. പീരിയഡ്സിന്റെ രക്തം സഭയിൽ മുഴുവനായി. ഹരേ കൃഷ്ണ. എന്താണ് പാവം പറയേണ്ടത്? ഇങ്ങനെ ഒരു വിഷമാവസ്ഥ നമുക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി എപ്പോഴെങ്കിലും ഉണ്ടാവും? ഇത്രയും വലിയൊരു അപമാനം നമുക്ക് ആർക്കെങ്കിലും സഹിക്കാനുള്ള ഒരു ധൈര്യമുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യുദ്ധം കാണുകയാണ്, സ്വന്തം മക്കളുടെ മരണം കാണുകയാണ് ദ്രൗപദി ദേവി. ഇതെല്ലാം കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇത്രയും അപമാന വാക്കുകൾ കേട്ടിട്ടും ആ പാവം ഭക്തയ്ക്ക് കൃഷ്ണനിൽ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ദേവി എത്ര ഉത്തമ ഭക്തിയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടാ ഭഗവാൻ കൃഷ്ണൻ ദ്രൗപദിയെ സ്നേഹിക്കത്തില്ല? ഇത്രയും ധർമ്മത്തിൽ ഉറച്ച് ഭഗവാൻ നമുക്ക് എല്ലാവർക്കും പാഠം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറുത് വരുമ്പോൾ നമ്മൾ ഉടനെ കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. ഭയങ്കര വിഷമവും ഭയങ്കര ഭഗവാനോട് നമ്മൾ കുറ്റമൊക്കെ പറയും. പക്ഷെ ദ്രൗപദി ദേവി അനുഭവിച്ചതിൻ്റെ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? എന്നാലും നമ്മളൊക്കെ എത്ര സ്വാർത്ഥരാണ് നോക്കണേ. അതുകൊണ്ട് ഇനിയുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണനെ ദ്രൗപദി ദേവി കാണുന്ന രംഗം, ഹരേ കൃഷ്ണ, ചങ്ക് പൊടിഞ്ഞു പോകും, ഹൃദയമൊക്കെ അങ്ങ് കട്ടായി പീസാവും. അതൊക്കെ കേൾക്കുമ്പോൾ ദ്രൗപദി ദേവിയുടെ വാക്കുകളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ മഹാഭാരതം സീരിയലൊക്കെ കാണിക്കുന്നവരോട് എനിക്ക് ഒരുപാട് ദേഷ്യമാണ് തോന്നുന്നത്. പൊതുവേ നല്ലതല്ലേ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ അവർ ഇപ്പം നിങ്ങൾ ഈ മഹാഭാരതം കേൾക്കും, ഞാൻ വലിയ ഇത് ഒന്നും കൊണ്ട് പറയുന്നതല്ല, പക്ഷേ ഒരുപാട് ഡിഫറൻസസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ലേ? വ്യാസമഹർഷിയുടെ ഒറിജിനൽ മഹാഭാരതമാണ് നമ്മൾ പഠിക്കുന്നത്. സീരിയലുകാർക്ക് അവർക്ക് TRP മാത്രം കിട്ടിയാൽ മതി, അവിടെയും കമേർഷ്യലാക്കുകയാണ്. ഇതൊക്കെ അവരുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും അവർക്കില്ല. ഇതിൽ നമ്മൾ എന്താ പഠിക്കേണ്ടതെന്നാണ്. പക്ഷെ ഇവർക്ക് എന്തോ കുറേ ഫാൻറ്റസി, കുറേ കാശുണ്ടാക്കും എന്നാണ്. ഇതൊക്കെയാണ് ഭയങ്കര ബോറിങ് ആക്കി കളഞ്ഞു. പക്ഷെ ഒറിജിനലി ദ്രൗപദി ദേവി അവരുടെയൊക്കെ ഗ്രേറ്റ്
ക്യാരക്ടേഴ്സ്, അവരുടെ ആ സ്വഭാവം. സീരിയലിൽ വരുമ്പോൾ എപ്പോഴും കർണനെ അങ്ങ് പൊക്കി അങ്ങ് കൊണ്ട് എത്തിക്കുന്നുള്ള. ഭഗവാൻ കൃഷ്ണനെ കാട്ടി ഉയർന്ന സ്ഥാനമാണ് കർണൻ. എന്തുവാണ് അല്ലേ കർണൻ ഇത് കേൾക്കുമ്പോഴെനിക്ക് വലിയ ദേഷ്യം വരുന്നത്. അവൻ ചെയ്ത ഓരോ തെണ്ടിത്തരം എൻ്റെ മുമ്പിൽ ഇങ്ങനെ പൊങ്ങി വരുമെന്നുള്ള. അത് ഞാൻ എൻ്റെ സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത. മഹാഭാരതം വ്യാസമഹർഷി എഴുതിയതല്ലേ, അതല്ലേ നമുക്ക് ഫൈനലായിട്ട് കാണാൻ പറ്റൂ. അഥവാ ഇന്നത്തെ ലോകം ഒരു എന്തു പറയുന്നത് കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പോലും അത് വ്യാസമഹർഷി എഴുതിയതല്ലേ, നമുക്ക് ആധികാരികമായിട്ട് ഒറിജിനൽ ഓഥർ അദ്ദേഹമല്ലേ. പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തിനാണ് അതിനെ എന്തു പറയുന്നേ ഒരു വ്യാഖ്യാനിക്കാൻ ഒരിക്കലും പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നാളത്തെ രംഗം എങ്ങനെ എനിക്ക് പറയാൻ കഴിയും എനിക്കറിഞ്ഞൂടെ. എന്നാലും നമ്മളത് കേൾക്കാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും തെറ്റാണ്. നമ്മളത് കേൾക്കണം, ഓരോന്നും കേൾക്കണം. നമ്മൾ മനസ്സിലാക്കണം ഒരു ഭക്തർ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഗുരുവായൂരപ്പ ഞാൻ എത്രയോ ഭാഗ്യവാനും ഭാഗ്യവതിയാണ്. എല്ലാ ദിവസവും പാണ്ഡവരുടെ തൃപ്പാദം മനസ്സുകൊണ്ട് കഴുകണം. നമ്മൾ ദ്രൗപദി ദേവിയുടെ തൃപ്പാദം കഴുകണം, കുന്തി ദേവിയുടെ പാദം കഴുകണം. ആ ഒരു മനസ്സുകൊണ്ട് നമ്മൾ ആ പാദം കഴുകുമ്പോൾ തന്നെ നമ്മുടെ എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപകർമ്മം നശിക്കുന്നറിയാം. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം വരുന്നു. കാരണം ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണിവർ. കാരണം ഇത്രയും ത്യാഗവും വിഷമങ്ങളും അനുഭവിച്ചിട്ടും അവരൊരിക്കലും സത്യം, ന്യായം, ധർമ്മം, നീതി ഒരിക്കലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, മഹാഭാരതം പറഞ്ഞാൽ ഞാൻ വളരെ ഇമോഷണൽ. അതുകൊണ്ട് അഥവാ ഭക്തരോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, എനിക്കെപ്പോഴും ദുര്യോധനാദികളോട് വെറുപ്പാണ്. നിങ്ങൾക്കുണ്ടെന്നറിയാം. അന്നേരം ഇതൊന്നും കഥയല്ല, റിയൽ ലൈഫാണ്, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ. അതുകൊണ്ട് നമ്മളിവിടെ ഇമാജിൻ ചെയ്യുകയല്ല, ഒറിജിനലി നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ശക്തി. അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കൺമുന്നിൽ നടന്ന പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. കാരണം അത് നടന്ന സംഭവമാണ്. ഇതൊരു വീഡിയോ റെക്കോർഡിംഗ് പോലെയാണ് വ്യാസമഹർഷിയുടെ വചനങ്ങൾ. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ശ്രീല പ്രഭുപാദിയുടെ ശിഷ്യനായ കൃഷ്ണധർമ്മ പ്രഭു, അദ്ദേഹത്തിന് കോടി കോടി പ്രണാമങ്ങൾ. അദ്ദേഹമാണ് ഇത്രയും മനോഹരമായിട്ട് നടന്ന സംഭവങ്ങളെ ആ 1,00,000 ശ്ലോകങ്ങളിൽ ഇരിക്കുന്ന ആ മഹാഭാരതത്തെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അത് മലയാളത്തിലില്ല, ഇംഗ്ലീഷിലാണ്. എന്തായാലും അടിയൻ്റെ കഴിവിനനുസരിച്ച് ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതന്നെ ഉള്ളൂ. ഹരേ കൃഷ്ണ. എന്തായാലും നാളെ രാവിലെ ശ്രീമദ് ഭാഗവത്തിൽ കാണാം. വൈകുന്നേരം മഹാഭാരതം. ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കാൻ പോകുന്ന ദിവസം നാളെയാണ്. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞാൽ പാണ്ഡവരുടെ ഈ യാതനകളും വേദനകളും കണ്ട് നമ്മൾ കേട്ട് കരയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരച്ചിലൊന്നും ഒന്നുമല്ലെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. യുധിഷ്ഠിർ മഹാരാജ് കി ജയ്, ദ്രൗപദി മയ്യ കി ജയ്, ഭീമ അർജുന നകുല സഹദേവ് കി ജയ്, പാണ്ഡവ ഭക്തവൃന്ദ കി ജയ്, പാർത്ഥസാരഥി കി ജയ്. ഇനി നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഹരേ കൃഷ്ണ.